ഉച്ചപൂജ കഴിഞ്ഞ് നട തുറന്ന് തൊഴുത് വന്നിട്ട് അമ്മേന്റെ അടുത്ത് വന്നിട്ട് നമസ്കരിക്കും. ഒരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല കേട്ടോ. മേശാന്തേ ഏകദേശം വിളിക്കുക. അപ്പൊ നമുക്ക് ആ വിളി കേൾക്കുമ്പോ തന്നെ ശരിക്കും കരച്ചിൽ വന്നു. അത്താഴപൂജ സമയത്ത് ഞാൻ ഇത്തിരി അകത്തൊക്കെ ഇത്തിരി ഭയങ്കര വിഷമമായിട്ട് ഞാൻ ഒന്ന് കരഞ്ഞു. ഞാൻ ഓരോ ദിവസവും ഓരോരോ അനുഭവങ്ങളാണ്. അപ്പൊ നമ്മൾ പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു അധികവും സാധിക്കും. ആർത്തി വന്ന് നട അടച്ചപ്പോ നോക്കിയപ്പോഴാണ് മുമ്പിൽ വന്ന് മുഖമണ്ഡലത്തിൽ വന്ന് നോക്കിയപ്പോഴാണ് ചെരിവ് വേലി പിന്നെ അലങ്കാരങ്ങൾ ഇതെല്ലാം ചെയ്യാൻ പറ്റുക. അത്രയും സന്തോഷമുള്ള ഒരു 6 മാസങ്ങൾ തന്നെയായിരുന്നു അത്. ഭഗവാൻ നമ്മളെ ഏൽപ്പിച്ച ആ സ്ഥാനത്തിന്റെ മഹത്വമാണ്. എത്രയാണെങ്കിലും ഭയങ്കര വിഷമാണ്. പിന്നെ സമാധാനിക്കാൻ നമുക്കൊരു കാര്യമുണ്ട്. എന്താല്ലേ ഈ ദിവസം ഭയങ്കര ഒരു ദിവസം തന്നെയാണ്. ഹരേ കൃഷ്ണ. നിർമാല്യത്തിലേക്ക് സ്വാഗതം. ഇന്ന് നിർമാല്യത്തോടൊപ്പം ഗുരുവായൂരപ്പൻ്റെ മുൻ മേൽശാന്തിയും ആയുർവേദ ഡോക്ടറുമായ ഡോക്ടർ കക്കാട്ടുമന കിരണാനന്ദ നമ്പൂതിരിയാണ്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്കും അനുഭവങ്ങളിലേക്കും കിടക്കാം. തിരുവേണി നമസ്കാരം. നമസ്കാരം. ഗുരുവായൂർ ക്ഷേത്രത്തിലെ മേൽശാന്തി പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അങ്ങയുടെ ആ ഒരു നിമിഷം ഇപ്പൊ ആലോചിക്കുമ്പോൾ എങ്ങനെയാണ് അത് ഓർത്തെടുക്കുന്നത്? ഈ പറഞ്ഞ പോലെ 2 കൊല്ലം മുമ്പേ ഇതേ ചോദ്യം കുറെ തവണ ഇന്റർവ്യൂസിലൊക്കെ ആ ഒരു സമയത്ത് ഇപ്പൊ അതൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ എന്നാലും ഇപ്പൊ ഈ 2 കൊല്ലം കഴിഞ്ഞിട്ട് വീണ്ടും അതിനെപ്പറ്റി ഓർക്കുമ്പോൾ അതേ സന്തോഷവും സങ്കടവും എന്ന് പറഞ്ഞാൽ ആനന്ദക്കണ്ണീരും ഒക്കെ തന്നെയാണ് ഇപ്പോഴും തോന്നുന്നത്. അതായത് ഈ പറഞ്ഞ പോലെ ഞാൻ സ്വപ്നേന വിചാരിച്ചിട്ടില്ല ഇങ്ങനൊരു ആ ഒരു ഭഗവാന്റെ അമ്മ എന്നുള്ള ഒരു പദവി സാധ്യമാവും എന്നുള്ളത്. ഗുരുകാരണവന്മാരുടെയും അച്ഛനമ്മമാരുടെയും ഒക്കെ അനുഗ്രഹം കൊണ്ട് മാത്രം കിട്ടിയതാണ്. അപ്പോ സ്വാഭാവികമായിട്ട് ഞാനത് എന്തൊക്കെയാണ് ആദ്യമായിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് കാര്യങ്ങൾ, അപ്പോ ഇന്റർവ്യൂ കാര്യങ്ങൾ, അത് കഴിഞ്ഞിട്ട് അവിടെ സൈൻ ചെയ്യുക, അത് കഴിഞ്ഞ് നറുക്കെടുപ്പുള്ള ആ സ്ഥലത്തേക്ക് അവിടെ എത്തി അകത്ത് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ആദ്യം എല്ലാവരുടെയും പേര് വിളിക്കും. പേര്, അഡ്രസ്സ്, നമ്പർ എല്ലാം പറഞ്ഞ് കൊടുത്തിലേക്ക് ഇടും. അതിങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത് പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ നമ്മുടെ പേരങ്ങോട്ട് വിളിക്കുമ്പോ എന്താ ചെയ്യേണ്ടത് ചിലതായി. അപ്പോ ഞാനവിടെ ചെന്ന് നിന്നു. എനിക്ക് പിന്നെ എന്താ ചെയ്യേണ്ടത് അറിയില്ല. അപ്പൊ 5 ദിവസം നമസ്കരിക്കൂ. അപ്പോഴാണ് ഗുരുദേവനെ നമസ്കരിക്കുക. ഞാൻ നമസ്കരിച്ചു. അപ്പൊ ഭയങ്കര വിഷമം, കണ്ണുന്നൊക്കെ വെള്ളം വന്നു ആ സമയത്ത്. പിന്നെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ പിന്നെ എന്തൊക്കെയോ സംഭവിച്ചു. അത്രയും പറയാനുള്ളൂ. പിന്നെ അച്ഛനും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. അച്ഛൻ ഇവിടെ ഭഗവതിയും പ്രാർത്ഥിച്ചു പിടിപ്പിക്കുകയായിരുന്നു. പക്ഷെ എല്ലാവരും അത് അച്ഛനും അവിടെ വേണമെങ്കിൽ വന്ന് നിൽക്കാലോ, മീൻസ് ഈ പറഞ്ഞ പോലെ അകത്ത് ആ സമയത്ത്. പക്ഷെ അച്ഛൻ വന്നില്ല. അച്ഛൻ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. പക്ഷെ അത് അറിഞ്ഞു ഉടനെ അച്ഛൻ വന്നു തന്ത്രിമഠത്തിൽ വെച്ചിട്ട്. അപ്പൊ ഞാൻ അച്ഛനെ കണ്ട് നമസ്കരിച്ചു. അപ്പോഴേക്കും എല്ലാവരും വന്നു. അങ്ങനെ ഒരു അനുഭവമായിരുന്നു അത്. എന്താ പറയേണ്ട വിഷയമില്ല. മേൽശാന്തി ചുമതലയിലേക്ക് കടക്കുന്നതിന് മുന്നേ 12 ദിവസം ഭജന ഇരിക്കണമല്ലോ. ഈ ഭജന ഇരിക്കുമ്പോ അങ്ങയുടെ അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു? അതാണ് ഒരു ഓയ്ക്യൻ കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളതിന്റെ ആ ഒരു ഭാഗ്യം. അതാണ് കാരണം. എന്താ വെച്ചാൽ ഈ 12 ദിവസത്തെ ഭജനക്കാലത്ത് നമുക്ക് മേൽശാന്തിയുടെ ചുമതലകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അകത്ത് പോയിട്ട് മേൽശാന്തിയുടെ കൂടെ നിന്നുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഓയ്ക്യൻ കുടുംബം അല്ല, പുറത്തുനിന്നുള്ളൊരു മേൽശാന്തി ആണെങ്കിൽ അദ്ദേഹത്തിന് ആ ചുമതല ഏൽക്കുന്ന ദിവസമേ അകത്ത് പോയിട്ട് എന്തൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇതിപ്പോ ഇങ്ങനൊരു ഗുരുവായൂരപ്പന്റെ ഒരു പൂർവികർ ചെയ്ത ഒരു സുഖം കാരണം കൊണ്ട് ആ ഒരു ഭാഗ്യം ഉണ്ടായത് കൊണ്ട് അപ്പൊ മുമ്പ് തന്നെ മേൽശാന്തിയോട് ഒപ്പം ചെയ്ത് എന്തൊക്കെയാണ് കാര്യങ്ങൾ, സമയമൊക്കെ വളരെ പ്രധാനമാണല്ലോ, വൈകാൻ പാടില്ല. അപ്പൊ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ നമ്മൾ പ്രിപ്പയർ ആയിട്ടിരിക്കണം, ഇതെല്ലാം മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നെ ഈ 12 ദിവസം ഭജന എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ പൂജകളും തൊഴുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. പക്ഷെ അതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ കാലയളവിലാണ് നമ്മൾ നമ്മുടെ കാരണവന്മാരെ പോയി കാണുക, ഗുരുക്കന്മാരെ പോയി കാണുക, അവരുടെ അനുഗ്രഹം വാങ്ങിക്കുക. അപ്പൊ നമ്മുടെ കുടുംബത്തിൽ, ഇപ്പൊ അച്ഛന്റെ കുടുംബത്തിലും അമ്മയുടെ കുടുംബത്തിലൊക്കെ ഉള്ള കാരണവന്മാരെ കണ്ട് പോയി നമസ്കരിച്ച് അവരുടെ അനുഗ്രഹം വാങ്ങി വരിക എന്നുള്ളതും ഈ ഒരു 12 ദിവസത്തെ ആ ഭജനക്കാലത്തെ ഇടയിൽ പൂജക്കെല്ലാം തൊഴണം. അതിന്റെ ഇടയിലുള്ള സമയത്ത് നമ്മൾ പോയിട്ട് ആദ്യം ഉച്ചപൂജ ആകുമ്പോഴേക്കും തൊഴാൻ വരിക. ആ രീതിയിലാണ് ആ 12 ദിവസം പ്ലാൻ ചെയ്തിട്ട് അങ്ങനെയാണ് 12 ദിവസത്തെ ഭജന ഉണ്ടായത്. ഈ ഗുരുകാരണവന്മാരെ സ്മരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട് അങ്ങയുടെ ഒരു ഗുരുവായിട്ട് കണ്ടിട്ടുള്ളത് അദ്ദേഹത്തിന്റെ അനുഗ്രഹങ്ങളും ഒക്കെ എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും. ഇപ്പൊ എന്നെ മറ്റേ ഋഗ്വേദം പഠിപ്പിച്ചത് നാരായണമംഗലത്ത് അഗ്നിശർമ്മൻ നമ്പൂതിരിയാണ്. കുഞ്ചമ്പൂരി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹമാണ് എന്നെ വേദം പഠിപ്പിച്ചത്, ഋഗ്വേദം. അപ്പൊ ഞാന് ഗുരുവായൂർ ദേവസ്വന്റെ
ഋഗ്വേദ വിദ്യാർത്ഥിയായിരുന്നു ദേവസ്വന്റെ. ഞാനും പിന്നെ എൻ്റെ ഇല്ലത്തെ തന്നെ മനു എന്ന് പറഞ്ഞിട്ടുള്ള ഏട്ടൻ, ഞങ്ങൾ രണ്ടുപേരുമാണ് ആദ്യം ഇവിടെ വേദം പഠിക്കാൻ തുടങ്ങിയ കുട്ടികൾ. ഇനിയും വേറെ കുറെ പേര് വന്നിട്ടുണ്ട്. ഇപ്പൊ എൻ്റെ ഇല്ലത്തെ തന്നെ വിനീത്, അങ്ങനെ വേറെ കുറെ പേര് വന്നിട്ടുണ്ട്. തുടക്കത്തിൽ ഞങ്ങളായിരുന്നു ഉണ്ടായത്. 97-ലാണ് ഉണ്ടായത്. അന്ന് ദിവാകരൻ നമ്പൂരി ആയിരുന്നു തന്ത്രി. ചെന്നാസ് ദിവാകരൻ നമ്പൂരി, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ്. അഗ്നിശർമ്മൻ നമ്പൂതിരി അദ്ദേഹമാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. പൊട്ടക്കുഴി നാരായണൻ നമ്പൂതിരി അദ്ദേഹമാണ് എന്നെ പൂജ പഠിപ്പിച്ചത്. പിന്നെ അച്ഛനാണ് ആദ്യമായിട്ട് അകത്തേക്ക് കൊണ്ടുപോയത്. പന്തീരടി പൂജയാണ് ഞാൻ ആദ്യം ചെയ്തത്. എൻ്റെ +2 കഴിഞ്ഞ ആ സമയത്താണ് ഞാൻ അകത്തേക്ക് ആദ്യമായിട്ട് കയറി പന്തീരടി പൂജയ്ക്ക്. അച്ഛൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പൂജ ഫുൾ ടൈം അച്ഛനും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അന്നും ഈ പറഞ്ഞ പോലെ ചാർത്താനൊക്കെ ശ്രമിച്ചായിരുന്നു. അച്ഛൻ പറഞ്ഞു ചാർത്തലൊക്കെ വേഗം കഴിയണം, വേഗം തുറക്കണം. കാരണം അച്ഛൻ എന്താ വെച്ചാൽ ആൾക്കാര് തൊഴാൻ കാത്തിക്കുകയാണ്. അപ്പൊ കുറെ സമയം അടച്ചിരിക്കാനോ കാര്യങ്ങളോ പാടില്ല. അപ്പൊ എല്ലാം വേഗം വേഗം കഴിയണം. ചാർത്തനാണെങ്കിലും നീ നോക്കിയൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആദ്യത്തെ ആ ശ്രമം ചെയ്തതും ഒക്കെ. അപ്പൊ അങ്ങനെ അച്ഛൻ്റെ കൂടെയാണ് ആദ്യം പന്തീരടി പൂജ ചെയ്തത്. അപ്പൊ ഈ ഗുരുക്കന്മാരെ പിന്നെ എന്ന് വേണ്ട, എനിക്ക് സത്യം പറഞ്ഞ കുറെ ഗുരുക്കന്മാരുണ്ട്. കാരണം അച്ഛനമ്മമാര് എന്നെ ചെറുപ്പത്തിൽ തന്നെ പാട്ട്, മൃദംഗം, ചിത്രം വര, അങ്ങനെ എല്ലാ കാര്യങ്ങളിലൊക്കെ അവരെന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട്. അപ്പൊ അതിൻ്റെതായ ഗുരുക്കന്മാരെല്ലാവരും, അവരെല്ലാവരുടെയും അനുഗ്രഹം, സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചർമാരുടെയും എല്ലാവരുടെയും അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് അപ്പോഴേ നമുക്ക് ജീവിതത്തില് ഇത്തരത്തിലുള്ള ഒരു ഭഗവാന്റെ അടുത്ത് ഇത്രയും ഒരു 6 മാസം നിൽക്കാനുള്ള ഒരു ഭാഗ്യം സിദ്ധിക്കുള്ളൂ. അത് എന്തോ ഈശ്വരാനുഗ്രഹം തന്നെ. മേൽശാന്തിയായിട്ട് ചുമതലയേറ്റ ദിവസം ഏറ്റവും ആദ്യം ചെയ്ത പ്രവൃത്തി, ഭഗവാന്റെ അടുത്ത് ചെന്നിട്ടുള്ള പ്രവൃത്തികളിലേക്ക് കടക്കുമ്പോൾ ഉണ്ടായ അനുഭവങ്ങളും കൂടി ഒന്ന്. ടെൻഷനായിരുന്നു. കാരണം ഇപ്പൊ 12 ദിവസം ഈ ഭജനം കഴിഞ്ഞിട്ട് എന്തൊക്കെയാ കാര്യങ്ങൾ എന്ന് അറിയിച്ചാലും ഇത് ഈ മേശാന്തി ആവുക എന്നുള്ളതിനേക്കാൾ പ്രധാനമാണ്, അല്ലെങ്കിൽ പ്രാധാന്യം അറിയിക്കുന്നതാണ്. വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ 6 മാസം നമ്മളത് ചെയ്ത് തീർക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായൊരു കാര്യമാണ്. ശ്രമകരം ഉദ്ദേശിച്ച് നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മളിപ്പോഴും നമ്മൾ ശ്രദ്ധാലുവായിരിക്കണം. ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ ചെയ്യാൻ പറ്റണേ, ശരിക്കും വേണ്ട പോലെ ചെയ്യാൻ പറ്റണേ എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ കാര്യങ്ങളൊക്കെ ഒരുവിധം ധാരണ ഉണ്ടായിരുന്നു എന്തൊക്കെ ചെയ്യണം എന്തൊക്കെയാണെന്നുള്ളത്. പിന്നെ ചെന്നാസ് ദിനേശ് നമ്പൂരി, അദ്ദേഹത്തിന്റെ മകൻ ശ്രീകാന്ത് നമ്പൂരി, അങ്ങനെ തന്ത്രിമാരെല്ലാവരും ആ സമയത്ത് അകത്തുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ആദ്യത്തെ ദിവസം എന്ന് പറഞ്ഞാൽ തന്ത്രി കൂടെ ഉണ്ടാവും നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാനായിട്ട്. അപ്പോൾ അദ്ദേഹം എന്തായാലും 2:30 ആ സമയത്ത് തന്നെ കുളിച്ചിട്ട് ഉണ്ടായിരുന്നു. നട തുറക്കുമ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നു കൂടെ. ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അതേപോലെ ചെയ്തു. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ആദ്യമായിട്ട് കൊടുത്തിട്ട് ഇത്രയും വേഗം ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയതിലും അങ്ങയുടെ കൂടെ നിന്ന് ഇങ്ങനെ ഇതൊക്കെ ചെയ്തു തരാൻ അങ്ങ് പറഞ്ഞു തരുമ്പോൾ അതനുസരിച്ച് ചെയ്യാനും. കാരണം ഒരു മേശാന്തിക്കാണ് അദ്ദേഹം അതൊരു പറഞ്ഞു കൊടുക്കുക, ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു തന്ത്രിയുടെ ഉത്തരവാദിത്തമാണ്. അത് ഒരു മേശാന്തിയുടെ ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തിൽ നിന്ന് കേട്ട് ആദ്യത്തെ ദിവസം ചെയ്യുക എന്നുള്ളത്. അതിന് ഭാഗ്യം സിദ്ധിച്ചത് ഗ്രഹത്തിന് അനുഗ്രഹം നോക്കിയത് എല്ലാം നന്നായി ചെയ്യാൻ പറ്റുന്ന അങ്ങ് പ്രാർത്ഥിക്കണം എന്ന് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു. അങ്ങനെയാണ് ആദ്യത്തെ ദിവസം തുടങ്ങിയത്. പിന്നെ കുറച്ച് രാവിലത്തെ ഉഷപൂജയൊക്കെ ആകുമ്പോഴേക്കും അദ്ദേഹം പറഞ്ഞു കുഴപ്പമില്ലല്ലോ, ഇനിയിപ്പോ എല്ലാ പൂജയ്ക്കും കുഴപ്പമില്ല ചെയ്യാം. ശ്രീവേലിയും ബാക്കിയൊക്കെ ഞാൻ പിന്നെ ഒറ്റയ്ക്കാണ് ദിവസം ഉണ്ടായത്. ഇങ്ങനെയാണ് ആദ്യത്തെ ദിവസം തുടങ്ങിയത്. 6 മാസക്കാലം പുറപ്പെടാശാന്തിയായിട്ട് ക്ഷേത്രത്തിനകത്ത് തന്നെ ചെലവഴിച്ചപ്പോ അത് താങ്കളെ ജീവിതത്തിനെ എങ്ങനെ മാറ്റിമറിച്ചു? ശരിയാണ്, അത് ജീവിതത്തിൽ വലിയൊരു അനുഭവം തന്നെയാണ്. അനുഭവിച്ചാൽ തന്നെ അതിന്റെ ഒരു വ്യത്യസ്ത മനസ്സിലാവും. പറയുമ്പോൾ ഞാൻ ഈ 18 വയസ്സ് മുതൽ തന്നെ അമ്പലത്തിനകത്ത് കയറിയിട്ടുണ്ട്, പൂജ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്തൊക്കെയാണെങ്കിലും അധിക സമയവും അതിൻ്റെ ഉള്ളിൽ തന്നെ ചെലവഴിക്കുക, ഭഗവാന്റെ കൂടെ തന്നെ ഇരിക്കുക, പൂജകളൊക്കെ ചെയ്യുക, രാത്രി വരെയും അവിടെ. അത് കഴിഞ്ഞാലും അകത്ത് അമ്പലത്തിനുള്ളിൽ തന്നെ ശാന്തിപുരയിൽ തന്നെ താമസം എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു അനുഭൂതി തന്നെയാണ്. നമ്മള് വേറൊന്നിനും നമുക്ക് സമയമില്ല. ആൾക്കാരുടെ ഒരുപാട് പേർക്ക് ഒരുപാട് വിഷമങ്ങൾ അല്ലെങ്കിൽ അവരുടെ സന്തോഷങ്ങൾ ഇതെല്ലാം നമ്മളോട് പങ്കുവയ്ക്കുക. അപ്പൊ നമുക്ക് അവർക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ പ്രസാദം കൊടുക്കാൻ പറ്റുക, ഭഗവാന്റെ പൂജകളെല്ലാം ചെയ്യാൻ പറ്റുക, ശിവേലി പിന്നെ അലങ്കാരങ്ങൾ ഇതെല്ലാം ചെയ്യാൻ പറ്റുക. അത്രയും സന്തോഷമുള്ള ഒരു 6 മാസങ്ങൾ തന്നെയായിരുന്നു അത്. അപ്പൊ അതില് ആ അനുഭവം എന്ന് പറഞ്ഞാൽ അതില് സന്തോഷമുള്ള അനുഭവങ്ങൾ തന്നെ ഉള്ളൂ 90%. അങ്ങനെ ഉണ്ടാവാൻ പാടുള്ളൂ. അങ്ങനെയല്ലേ, നമുക്കൊരു അനുഗ്രഹം കിട്ടിയതാണ്. അപ്പൊ അതിൽ നമ്മൾ വേറെ അയ്യോക്ക് ആവശ്യം ഉണ്ടായില്ല, വിഷമം, അതൊന്നും അവിടെ ഒരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമില്ല. വരുന്ന ഭക്തജനങ്ങൾക്ക്
നമ്മള് അവർക്ക് ആശ്വാസം പകരാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അവർ പറയുമ്പോൾ അവർക്ക് വേണ്ടുന്ന പുഷ്പാഞ്ജലി കാര്യങ്ങൾ ചെയ്യുക. ഇതാണ് നമ്മുടെ ഇത്. അതാണ് ഭഗവാൻ നമുക്ക് നമ്മൾ നിയോഗിച്ചേക്കുന്നത്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ചെറുപ്പകാലത്ത് അച്ഛൻ തിരുമേനിയുടെ ഒപ്പം അവിടെ പോയി ശ്രീലകത്ത് പോയിട്ട് ഭഗവാന് കളഭം ചേർത്താനൊക്കെ അവസരം കിട്ടിയിട്ടുണ്ടെന്ന്. ഈ മേൽശാന്തി ആയതിനു ശേഷം അച്ഛൻ തിരുമേനിയുമായിട്ട് അങ്ങനെ ഒരു സന്ദർഭം അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു അനുഭവം. അതെ അതെ, അത് ഭയങ്കര രസം. അതായത് അച്ഛൻ വിളിക്കും മേശാന്തി, ഏകദേശം വിളിക്കുക. അപ്പൊ നമുക്ക് ആ വിളി കേൾക്കുമ്പോ തന്നെ ആ സമയത്തേക്ക് ഇപ്പൊ ഓർമ്മ ഉണ്ട്. അച്ഛൻ രാവിലെ വരുമ്പോ അച്ഛനെ വിളിക്കും. അഭിഷേകം, അതായത് ഓയ്ക്കന്മാരുടെ ചുമതലകളിലെ കാര്യങ്ങൾ അച്ഛനറിയാം. അപ്പോ മേശാന്തി പറഞ്ഞു കൊടുക്കേണ്ടി വരും ചിലപ്പോ, അഭിഷേകത്തിന് എത്ര പേര് വന്നു രാവിലെ, ബാക്കി എത്ര അഭിഷേകം ഉണ്ട് എന്നൊക്കെ പന്തിരടി ഓയ്ക്കൻ ചോദിക്കും. അപ്പൊ അച്ഛനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ചോദിക്കുകയാണ്, മേശാന്തി അഭിഷേകം എത്രയായി? അപ്പൊ അത് ഞാൻ ഓർത്ത് വെക്കേണ്ടതാണ്. ഇനി ഓയ്ക്കൻ വരുമ്പോ ഓയ്ക്കൻ ചോദിക്കുകയാണെങ്കിൽ, പന്തിരടിക്കാരൻ ഓയ്ക്കൻ വന്ന് ചോദിക്കുകയാണെങ്കിൽ പറയണം, രണ്ടുപേരുണ്ടായിരുന്നു എന്നുള്ളത് പറയണം. അപ്പൊ അതിനൊക്കെ ധാരണ ചെയ്യാൻ പറ്റിയിട്ടില്ലേ എന്നുള്ളതൊക്കെ ചോദിക്കാനും. പിന്നെ ചാർത്തന സമയത്ത് അച്ഛൻ ഇല്ല, ഉച്ചപൂജ സമയത്ത് അച്ഛൻ അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷെ രാവിലത്തെ സമയത്ത് അഭിഷേകത്തിന്റെ സമയത്ത് ഒക്കെയാണ് അച്ഛൻ ഉണ്ടാവാറ്. പക്ഷെ നല്ല രസമാണ്. ഇപ്പൊ അച്ഛനായിക്കോട്ടെ എല്ലാവരും ആയിക്കോട്ടെ, നമ്മളെ അപ്പൂന്നോ കിരണിനോ ഒക്കെ വിളിക്കുന്ന ആൾക്കാർ ആ സമയത്ത് മേശാന്തി എന്ന് വിളിക്കുമ്പോ നമുക്ക് വല്ലാത്തൊരു തന്നെയാണ്. പിന്നെ അമ്മ എല്ലാ ദിവസവും വരും. അപ്പൊ ഉച്ചപൂജ കഴിഞ്ഞ് നട തുറന്ന് തൊഴുത് വന്നിട്ട് അമ്മേന്റെ അടുത്ത് വന്നിട്ട് നമസ്കരിക്കും. അപ്പൊ ഇപ്പൊ എന്താ, ഞാനിങ്ങനെ ഇരിക്കും. അതെന്താ വെച്ചാ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇത് ഈ സ്ഥാനത്തിരിക്കുമ്പോ എണീക്കരുത്. അങ്ങനെയല്ല, അത് ആ ഒരു സ്ഥാനത്തിന്റെ പ്രാധാന്യമാണ്. നമ്മൾ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു ഇത് എന്നുള്ളത് പറയുന്നത്. കാരണം നമ്മളിപ്പോ നമ്മുടെ ഓയ്ക്കൻ വല്ലഭോയ്ക്കനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചെറുമുക്ക് വല്ലഭോയ്ക്കൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിയകളൊക്കെ കഴിപ്പിക്കുന്ന ഓയ്ക്കനാണ്. ഓയ്ക്കനൊക്കെ വന്നിട്ട് വരുമ്പോ നമ്മളറിയാതെ എണീറ്റ് പോകാൻ. അപ്പൊ അതേപോലെ അപ്പൊ അത് വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. കാരണം എന്താ പറയണെന്ന് വെച്ചാല് അച്ഛനമ്മമാരായിക്കോട്ടെ കാരണന്മാരായിക്കോട്ടെ അവർ വരുമ്പോ നമ്മളവിടെ പ്രാർത്ഥിച്ചിരിക്കുക, അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക, പ്രാർത്ഥിക്കുക, ഭഗവാന് വേണ്ടിയുള്ളത് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുന്നത് പ്രാർത്ഥിക്കുക. ബാക്കിയുള്ള നമ്മുടെ ബുദ്ധിമുട്ട് പറഞ്ഞാൽ ഒന്നുമില്ല. ആകെ ഒരു 5-6 ദിവസം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും ചിലപ്പോൾ എണീക്കാനുള്ളൊരു മീൻസ് ഇതൊരു ചരിത്രം ഒന്ന് ക്ലിയർ ആയിട്ട് വരണ്ടേ. പക്ഷെ ഒരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല കേട്ടോ. കാരണം അതായത് ഭയങ്കരമായിട്ട് ഉറക്കം ക്ഷീണം തോന്നുക, ഉറങ്ങിപ്പോവുക, അങ്ങനെയൊന്നും തോന്നിയിട്ടേ ഇല്ല. നമ്മൾ ഫുൾ ടൈം നമ്മളിപ്പോഴും പല പല കാര്യങ്ങൾ, ഓരോ ദിവസവും ഓരോരോ അനുഭവങ്ങളാണ്, പല പല കാര്യങ്ങളാണ് ഉണ്ടാവുക. പല ആൾക്കാർ വരും, അവരുടെ ഗുണാനുഭവങ്ങൾ, അതൊരു ഭയങ്കര ഒരു അത്ഭുതമുള്ള ഒരു കാര്യം തന്നെ കേട്ടോ. ഈ മേശാന്തി ഇരിക്കുന്ന സമയത്ത് നമ്മള് കുറെ പേര് വന്ന് അവരുടെ വിഷമങ്ങളും കാര്യങ്ങളും പറയുമല്ലോ. അതെല്ലാ മേശാന്തിമാർക്കും ഉണ്ടാവും അങ്ങനെ ഒരു. കാരണം എന്താ വെച്ചാൽ അപ്പൊ നമ്മൾ പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു അധികവും സാധിക്കും എന്നുള്ളതാണ്. കാരണം എന്നിട്ട് അവർ വന്ന് പറഞ്ഞു, ഞാൻ വിചാരിച്ച കാര്യം ശരിയായിട്ടോ, അല്ലെങ്കിൽ കല്യാണം ശരിയായിട്ടോ, അല്ലെങ്കിൽ കുഴപ്പമില്ല, അസുഖം വലിയ കുഴപ്പമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മുടെ ഒരു മഹത്വമല്ല, ഭഗവാൻ നമ്മളെ ഏൽപ്പിച്ച ആ സ്ഥാനത്തിന്റെ മഹത്വമാണ് അത്. അപ്പൊ അത് എല്ലാ മേശാന്തിമാർക്കും ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം തന്നെയായിരിക്കും. അത് ശരിക്കും അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ട്. എല്ലാവരും ഈ 6 മാസത്തിനുള്ളിൽ കുറെ പേര് വന്നിട്ട് മേശാന്തി ഇത് ശരിയായി. ഇപ്പോഴും ചിലർ വരുമ്പോ കുറെ ഞങ്ങൾ അന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സ്ഥാനത്തിന്റെ മഹത്വമാണെന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. അങ്ങനെ ഓരോ ദിവസവും ഓരോ അനുഭവം അത്രേ പറയുള്ളൂ. വ്യത്യസ്തമായ രീതിയിൽ അലങ്കാരം ചെയ്യുന്ന മേൽശാന്തി, അത് എങ്ങനെയാണ് അതിലേക്ക് വ്യത്യസ്തമായ രീതികൾ തിരഞ്ഞെടുക്കാനുണ്ടായൊരു? അതെ അതെ, അത് സത്യം പറഞ്ഞ അതൊരു അത് ഞാൻ പറയുമ്പോൾ അത് ക്ലിയർ ആയിട്ട് തന്നെ പറയണം. അതായത് ഞാന് ദശാവതാരങ്ങള് ഞാൻ ആദ്യം ഇങ്ങനെ കാളിയമർദ്ദനം അങ്ങനെ ഓരോന്നൊക്കെ ചാർത്തി, ദശാവതാരങ്ങൾ ചാർത്തി. ദശാവതാരം ചാർത്തി ഒരു ദിവസം വരാഹാവതാരം ചാർത്തി. വരാഹാവതാരം ചാർത്തിയപ്പോ ഇതിപ്പോ മുമ്പ് ചാർത്തി ശീലമൊന്നും ഇല്ലല്ലോ, നമ്മളങ്ങനെ ചാർത്തി നോക്കുകയാണ് ഇപ്പൊ എങ്ങനെയാണ്. അപ്പൊ വരാഹം എന്ന് പറഞ്ഞ ആ ഒരു തേറ്റ മുഖം അങ്ങനെ മുമ്പിലേക്ക് കയറി നിൽക്കുക അങ്ങനെ വേണമല്ലോ. അപ്പോ ചാർത്തിയതെന്തോ സാധാരണ ഒരു മുഖം പോലെ ആവില്ലല്ലോ ഇത് ചാർത്തുമ്പോ. അപ്പൊ സ്വാഭാവികമായിട്ടും ക്ലിയർ ആവില്ല. ശരിയാണ്, അത് ഞാൻ ആദ്യമായിട്ട് ചാർത്തുമ്പോഴും അത് ക്ലിയർ ആയി ഉണ്ടാവില്ല. അപ്പൊ ഒരു വൈക്കൻ പറഞ്ഞു, ഇതെന്താ ചാർത്തിയേക്കണത്, ഇത് ഒന്നും മനസ്സിലാവണില്ല, ഇങ്ങനെയൊക്കെയാ ചാർത്തുക എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. കാരണം ഞാനത് അത്രയും വിചാരിച്ച് ചാർത്തിയതാണ്. കാരണം ഒരു
വരാഹം എന്ന് പറയുമ്പോൾ മുഖം ഇങ്ങനെ മുമ്പിക്കുന്നു, കണ്ണിങ്ങനെ ചെറുതായിട്ട് സൈഡിൽ കാണും. അപ്പൊ ആ രീതിയിൽ ചാർത്തി നോക്കിയതാണ്. അപ്പൊ പക്ഷെ മനസ്സിലായിണ്ടാവില്ല, പലർക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. അപ്പൊ എനിക്ക് ആ സമയത്ത് എനിക്ക് ഭയങ്കര വിഷമം തോന്നി. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഇതല്ലല്ലോ വരുന്നത്. അപ്പൊ ഞാൻ ശരിക്കും കരച്ചിൽ വന്നു. അത്താഴപൂജ സമയത്ത് ഞാൻ ഇത്തിരി അകത്തൊക്കെ ഇത്തിരി ഭയങ്കര വിഷമമായിട്ട് ഞാൻ ഒന്ന് കരഞ്ഞു. ഞാൻ ഇങ്ങനെ ചെയ്ത് ശരിയായില്ല, ഇങ്ങനെയാണ് പറയുന്നത്, അപ്പൊ ഞാൻ എന്താ ചെയ്യുക. പക്ഷെ അതിനുശേഷം എനിക്ക് എന്തോ ഒരു ഊർജമാണ് കിട്ടിയത്. അതിനുശേഷം ആണ് എനിക്ക് തോന്നുന്ന തരത്തില് ചാർത്താൻ എനിക്ക് തോന്നി. പിന്നെ അതിനുശേഷം ആണ് ഈ വെറൈറ്റി ആയിട്ടുള്ളത് ചാർത്താൻ എന്റെ മനസ്സിൽ വന്നത്. അതുവരെ ഞാൻ എന്നിട്ട് ആ വരാഹം കഴിഞ്ഞ് നരസിംഹം ചാർത്തിയില്ല. കാരണം നമ്മുടെ ഇവിടുത്തെ ഒരു ഇതല്ലല്ലോ, എനർജി അതല്ല. അപ്പോ ബാക്കി എല്ലാ അവതാരങ്ങളും ചാർത്തി. പിന്നെ അതിനുശേഷം പല പല തരത്തിലുള്ളത് ചാർത്താൻ തോന്നി. അപ്പൊ സത്യം പറഞ്ഞാൽ അതൊരു നിമിത്താണ്. ഭഗവാൻ ആ സമയത്ത് നമുക്ക് വിഷമമായിച്ചാലും, ആ സമയത്ത് വിഷമമായിട്ട് അയ്യോ ഇനി ഞാൻ ഇങ്ങനെ ചെയ്താൽ ശരിയാവില്ല, സാധാരണ പോലെ തന്നെ അങ്ങനെയല്ല ഭഗവാൻ തോന്നിപ്പിച്ചത്. വെറൈറ്റി ആയിട്ടുള്ള ചെയ്യാനാണ് തോന്നിപ്പിച്ചത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നു. പലരും പല പല അഭിപ്രായങ്ങൾ പറയാറുണ്ട്. അതൊക്കെ ഞാൻ ശിരസാ വഹിച്ചുകൊണ്ട് എനിക്ക് പറ്റുന്ന രീതിയിൽ ചാർത്താനുള്ള ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ ചാർത്തിയ ചാർത്തിയ രൂപങ്ങളില് അങ്ങക്ക് ഏറ്റവും ഭംഗിയായി എന്ന് തോന്നിയ ഒരു നിമിഷങ്ങള് ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, അത് ഞങ്ങളുടെ ഭക്തരുമായിട്ടൊന്ന്. ഓക്കെ, അങ്ങനെ സത്യം പറയാ ഏറ്റവും ഭംഗിയായി എന്ന് തോന്നിയ ഒരു രൂപം ഇല്ല. എല്ലാം ഇനിയും നന്നാക്കായിരുന്നു, കുറച്ച് സമയം കൂടി ഉണ്ടെച്ചാൽ നന്നാക്കായിരുന്നു. പക്ഷെ ഈ പുറത്ത് നിൽക്കുന്ന ആൾക്കാരെ ആലോചിക്കുമ്പോൾ നമ്മൾ എത്രയും വേഗം നട തുറക്കണം എന്നല്ലേ നമ്മൾ വിചാരിക്കുക. അപ്പൊ കാരണം എന്താണെങ്കിലും അത് പൂർണ്ണ തൃപ്തിയല്ല. നമുക്ക് ഇനിയും നന്നാക്കായിരുന്നു തന്നെയാണ് തോന്നണത്. പക്ഷെ ഭഗവാൻ ഇങ്ങനെ ഓരോന്ന് തോന്നിപ്പിക്കുക എന്നുള്ളത്, അത് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഒരു അനുഭവത്തില്. ഈ പറഞ്ഞ പോലെ കൊടിമരം ചാർത്തിയപ്പോ ഒരു ചെറിയ ചെരിവ് വന്നു. അപ്പൊ അത് കുത്തനെ ചാർത്തുമ്പോ നേരെ ആയില്ല. അത് ആനയോട്ടത്തിന്റെ സമയത്തായിരുന്നു, ഉത്സവ സമയത്താണല്ലോ ഞാൻ മേശാന്തി ആയിരുന്നത്. ഒക്ടോബർ 2025 മേശാന്തി ചെയ്തത്. അപ്പൊ ആ ഉത്സവം ജനുവരി ഫെബ്രുവരി ആ സമയത്ത്, ഉത്സവത്തിന്റെ സമയത്ത് ഭഗവാൻ ആനപ്പുറത്ത് വന്ന് ആന തുമ്പിക്കൈ കൊണ്ട് കൊടിമരം ഇങ്ങനെ പിടിക്കുന്ന ഒരു ഇതാണ് ചാർത്തി. അപ്പൊ ചാർത്തി വന്നപ്പോ സൈഡിൽ നിന്ന് ചാർത്തിയത്. കാരണം ഈ നട അടച്ചിട്ട് എല്ലാം ചാർത്തുമ്പോഴേക്കും കൂടുതൽ സമയം വേണ്ടെന്ന് സൈഡിൽ ഇരുന്നുകൊണ്ട് ഞാൻ ചാർത്തി വന്ന് നട അടച്ചപ്പോ നോക്കിയപ്പോഴാണ് മുഖമണ്ഡലത്തിൽ വന്ന് നോക്കിയപ്പോഴാണ് ചെരിവ് കൊടിമരം. അപ്പോ പൊട്ടക്കുഴി ഭവദാസോയ്ക്കനായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ലമേശാന്തി ഇവിടെ കൊടിമരത്തിന് ചെരിവുണ്ട്. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞതൊന്നും അറിയുന്നു. അയ്യോ, അപ്പക്ക് ഭയങ്കര ഒരു അത്ഭുതമായി പോയി. അപ്പൊ ഞാൻ അതുകൊണ്ടാ പറയണത്, അവിടെ ഭഗവാൻ വിചാരിച്ചത് അവിടെ നടക്കുള്ളൂ. ഇപ്പൊ നമ്മളിപ്പോ ഈ പുറമേ കാണുന്ന എന്തൊക്കെ വിചാരിച്ചിട്ടും കാര്യമില്ല. അവിടെ ഭഗവാൻ ഒന്ന് നിശ്ചയിച്ചിട്ടുണ്ട്, അതന്നെ അവിടെ നടക്കുള്ളൂ. അപ്പൊ അങ്ങനെ പല പല അനുഭവങ്ങൾ ഓരോ സമയത്ത് ഉണ്ട്. പിന്നെ ചാർത്തുമ്പോ ചെറിയൊരു ധാരണ ഉണ്ടാവും മനസ്സിൽ എങ്ങനെ വരണം എന്നുള്ളത്. അതേപോലെയൊക്കെ ആവാനുള്ളൊരു നമ്മുടെ മനസ്സിൽ നമ്മൾ അത്രയും ഇതായിട്ടാണല്ലോ വിചാരിക്കുക എങ്ങനെയാണെന്ന്. പക്ഷെ അവിടെ ശിലയില് ഭഗവാന്റെ രൂപത്തില് ചാർത്തുമ്പോൾ കുറച്ച് ഇതൊക്കെ ഉണ്ട്. ഒരു പ്ലെയിൻ പേപ്പറിലുള്ള പോലെയോ ഒരു പ്ലെയിൻ ക്യാൻവാസ് പോലെയോ അല്ല, അണീവൻ ആയിട്ടുള്ളതാണ്. ഭഗവാന്റെ കൈ മുമ്പിൽ നിൽക്കുന്നുണ്ട്, പിന്നെ ഇടയിലുള്ള ഈ ഒരു ഗ്യാപ്പ് ഉണ്ട്. അവിടെയൊക്കെ നമ്മൾ ക്ലോസ് ചെയ്തിട്ട് ഒരു ഏരിയ കണ്ടെത്തി അതിനനുസരിച്ച് നമ്മൾ ചാർത്തണം എന്നുള്ളതാണ്. അപ്പോൾ അനുഭവങ്ങൾ ഇപ്പൊ അങ്ങനെ പറയുമ്പോൾ പലതും തോന്നുന്നില്ല. ഓരോ കുറേ അനുഭവങ്ങൾ ഉണ്ട് ചാർത്തണ സമയത്താണെങ്കിലും. ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ചാർത്താൻ നോക്കുമ്പോൾ ചിലപ്പോ കിങ്ങിണി വീണുകൊണ്ടിരിക്കുക. നമ്മൾ വീണ്ടും അത് വെച്ചിട്ട് ശ്രദ്ധിച്ച് നമ്മുടെ ടെൻഷൻ ആവുക, അല്ലെങ്കിൽ വേഗം നട തുറക്കണം, നേരം വൈകുന്നുണ്ട് എന്നൊക്കെ തോന്നിയാൽ ഭഗവാൻ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യും. നമ്മൾ അതിൻ്റെതായ ഒരു സമയം കണ്ടെത്താം. നമുക്ക് ചെറിയ ദിവസം ക്ഷീണം ഉണ്ട് തോന്നുകയാണെങ്കിൽ അന്നത്തെ ദിവസം നമുക്ക് വേഗം കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. ഭഗവാൻ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട്, ബുദ്ധിമുട്ടിപ്പിക്കരുത് അല്ലെങ്കിൽ വേഗം ശരിയാവണേ കുസൃതി കാണിക്കരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ അലങ്കരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇത് ചെയ്യാനുള്ളത്. ഭഗവാന്റെ കുസൃതിയില് വിചാരിച്ച രീതിയിലല്ല വന്നതെങ്കിലും വിചാരിച്ചതിനേക്കാൾ നന്നായി എന്ന് തോന്നുന്ന നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. അതായത് ഇപ്പോ ഉണ്ട്. അതായത് ഞാനൊരു തവണ ഈ കുത്തുവിളക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഭഗവാൻ നിൽക്കുന്ന ഒരു രൂപം ചാർത്തിയത്. മുണ്ടെടുത്തിട്ട് കയ്യിൽ ഇങ്ങനെ ആ കുത്തുവിളക്ക് പിടിച്ചിട്ട് ഇങ്ങനെ. അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചു വിളക്ക്, അപ്പൊ ഞാൻ കളഭം കൊണ്ട് ഇങ്ങനെ വെച്ചു, വിളക്കിന്റെ നാളം ഇങ്ങനെ കളഭം കൊണ്ട് വെച്ചു. പെട്ടെന്ന് എനിക്ക് തോന്നി ആ നാളത്തിന് പകരം ഒരു തിലകം വെച്ച് കഴിഞ്ഞാൽ
അതിങ്ങനെ ആ തിലകം തിളങ്ങുമല്ലോ. അപ്പൊ അതൊരു ജ്യോതി പോലെ അല്ലെങ്കിൽ ഒരു തിരുനാളം പോലെ തന്നെ തിളങ്ങുമല്ലോ. അതെനിക്ക് നട തുറക്കണതിന് കുറച്ച് മുമ്പെയാണ് അത് അങ്ങനെ ഒരു ഐഡിയ തോന്നിയത്, ഭഗവാൻ തോന്നിപ്പിച്ചത്. അപ്പൊ അങ്ങനെ ചാർത്തിയപ്പോ അതിപ്പോഴും ഓർക്കുന്ന ഒരുപാട് പേരുണ്ട്. ആ മറ്റേ വിളക്ക് പിടിച്ച കൃഷ്ണൻ, അപ്പൊ ആ കൃഷ്ണൻ ആ തിരി ഇങ്ങനെ നാളം മറ്റേ പോയിക്കിന് ഇപ്പൊ പോയിക്കുന്നാണല്ലോ ആ സമയത്തല്ലോ പോയിക്കിന് അന്ന് ആ തിലകം വെക്കാൻ തോന്നിയില്ലോ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഭഗവാൻ തോന്നിക്കണ ഒന്നാണ്. അപ്പൊ അതൊക്കെ ശരിക്കും ഭയങ്കര സന്തോഷമുള്ള അനുഭവമാണ്. ഈ 6 മാസ കാലയളവ് കഴിഞ്ഞ് അവിടെ നിന്ന് പടിയിറങ്ങുമ്പോ ഉണ്ടായ ആ വികാരങ്ങളൊന്ന്. അതെ. അത് എത്രയാണെങ്കിലും ഭയങ്കര വിഷമാണ്. പിന്നെ സമാധാനിക്കാൻ നമുക്കൊരു കാര്യമുണ്ട്, നമ്മൾ ഓയ്ക്കം കുടുംബമായ കാരണം പിറ്റേ ദിവസം നമുക്ക് അവിടെ പോവാം, അകത്ത് പോയി പുഷ്പാഞ്ജലി കഴിക്കാം എന്നുള്ള ഒരു സമാധാനം മാത്രം. ഇതിപ്പോ ഈ അച്യുതൻ മേശാന്തി അദ്ദേഹത്തിന്റെ ഈ ടേണിലെ അവസാനത്തെ ഉച്ചപൂജയുടെ ദിവസം ഞാനായിരുന്നു പന്തീരടി. അപ്പൊ ഒന്നിച്ചായിരുന്നു ചാർത്തലൊക്കെ. അപ്പൊ അദ്ദേഹം ചതുർബാഹുവായിട്ടുള്ള ഭഗവാനെ ചാർത്താന്നാണ് ഒഴിക്കാൻ ഞാൻ വിചാരിച്ചത്. പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ചാർത്തി. അപ്പൊ അദ്ദേഹം വന്നു, ഞാൻ ഈ നാഭിന്ന് ഈ പത്മ ഇങ്ങനെ ഒന്ന് വെക്കണം എന്ന് എനിക്കുണ്ട്, അതിപ്പോ എങ്ങനെയാ പോയി. അപ്പൊ കുഴപ്പമില്ല മേശാന്തി, നമുക്ക് ചെയ്യാം, മേശാന്തി ഇതെല്ലാം ബാക്കിയുള്ളതെല്ലാം ഇതായിക്കോളൂ, മറ്റു നമുക്ക് അവസാനം ശരിയാക്കാം എന്ന് ഞാനും പറഞ്ഞു. അപ്പൊ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഒരു സ്വർണ്ണ ഇതിലായിട്ട് വേണം നാഭി എന്ന് പറയുന്നത്. ശരി. അപ്പൊ സ്വർണ്ണ മറ്റേ പട്ട് പോലുള്ളതുണ്ട്, അപ്പൊ അത് ഇതാക്കിയിട്ട് പട്ടുകോണകവും ആ സ്വർണ്ണപ്പട്ടും കൂടി ഇങ്ങനെ തിരിപ്പിച്ച് നാഭിന്ന് അങ്ങോട്ട് കയറിയിട്ട് ഒരു താമര കളഭം കൊണ്ട് അത് ഞാൻ ചെയ്തു. മേശാന്തിക്കും വളരെ സന്തോഷമായി. എന്നിട്ട് മേശാന്തി കഴിഞ്ഞിട്ട് പറഞ്ഞു, എന്താല്ലേ ഈ ദിവസം ഭയങ്കര ഒരു ദിവസം തന്നെയാണ്. അതായത് അന്ന് രാത്രിയോടെ അദ്ദേഹം പറഞ്ഞു, ശരിയാണ് മേശാന്തി, ഭയങ്കര വിഷമം തന്നെയാണ്. അതായത് എന്തോ ഒരു വല്ലാത്തൊരു ഇതാണ്, ഇപ്പൊ എന്താ ചെയ്യാ. അതായത് 6 മാസം ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്തിട്ടേ പെട്ടെന്ന് നമുക്കത് അതല്ല ഇനി വേറെ എന്ന് പറയുമ്പോഴുള്ള ഒരു അവസ്ഥ. അപ്പൊ അത് ശരിക്കും ഭയങ്കരമായിട്ടുള്ള, ഞാൻ ശരിക്കും കരയുന്നായിരുന്നു മറ്റേ കാറിലേക്കൊക്കെ കയറുമ്പോ. ഭയങ്കര വിഷമം തന്നെയായിരുന്നു. പിന്നെ സമാധാനം. പിറ്റേ ദിവസം ഞാൻ ആദ്യം വന്നു, രണ്ടേ മുക്കാലാകുമ്പോ വന്നു. അപ്പൊ ഈ അവസാന ദിവസം ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പേ, കളഭം അല്ല ചന്ദനം ചാർത്തിയത് മുഖത്തിന്റെ ഒരു കവിള് ഇങ്ങോട്ട് വീണു. അപ്പോ അത് പിന്നെ പറഞ്ഞ രാവിലെ ചാർത്തിയതല്ലേ, അപ്പൊ രാത്രി ആകുമ്പോഴേക്കും ഡ്രൈ ആയിട്ട് വീണു. പക്ഷെ എന്നാലും എനിക്ക് ഇനിയിപ്പോ ആദ്യം കയറിയിട്ട് അത് വെക്കണോ എന്നുള്ള സംശയം. പിന്നെ ഞാൻ വെച്ചു സാരില്ല, ചിലപ്പം വീണ്ടും വരൂ, ഇനിയിപ്പോ എനിക്ക് വീണ്ടും ചാർത്താനുള്ള അവസരം ഉണ്ടല്ലോ, വയ്ക്കാനാവുമ്പോഴും ചാർത്താലോ എന്നുള്ള ഇതിൽ തിരിച്ചു വരാലോ എന്ന് വിചാരിച്ചത്. പിന്നെ പിറ്റേ ദിവസം ഞാൻ പോയിന്ന് ഞാൻ പറഞ്ഞല്ലോ 3 മണിയാകും. ഇത് വീണടക്കാണ്, ഒരു കവിളേ ഉള്ളൂ, മറ്റേ കവിള നിലത്തി കിടക്കാണ്. അപ്പൊ അങ്ങനെ നമുക്ക് ശരിക്കും വിഷമിപ്പിക്കണ അനുഭവങ്ങളും ഈ പറഞ്ഞ പോലെ അവിടുന്ന് പോരുമ്പോഴാണ് ആ വിഷമം അല്ലാതെ അറിയാം. ഇപ്പോഴും ഈ മേൽശാന്തി സ്ഥാനത്ത് നിന്ന് ഇറങ്ങിയിട്ടും ഇപ്പോഴും അങ്ങ് ഈ ഇത് ചെയ്തു പോരാറുണ്ടോ? ഉണ്ട്. ഇപ്പൊ ഊഴമുള്ള സമയമാണ്. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ നമ്മുടെ ഇല്ലത്തിന്റെ ഊഴമുള്ള സമയമാണ്. അപ്പൊ ഞാനും അച്ഛനും അപ്പൻ ദേവദാസ് നമ്പൂരി, പിന്നെ പ്രണവ് അപ്പന്റെ മകൻ, ഞങ്ങൾ തന്നെയാണ് ഈ ഊഴൊക്കെ കഴിക്കുന്നത്. 30-ാം തീയതി കൂടി ഉണ്ട് ഊഴം. അപ്പൊ അതില് ഈ പന്തീരടി പൂജ, ഉദയാസ്തമന പൂജ, പിന്നെ അഭിഷേകങ്ങള്, ശ്രീഭൂതബലി, ഇതൊക്കെ നമ്മളാണ് ചെയ്യുക. നമ്മുടെ ബ്രാഞ്ചിന്റെ ചുമതലയാണ് 30-ാം തീയതി. ഗുരുവായൂരപ്പൻ എന്ന സങ്കല്പത്തെ തിരുമേനിക്ക് എങ്ങനെയാണ് നിർവചിക്കാൻ കഴിയുക? ശരിക്കും പറയാ അത് 2 തരത്തിലാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. മേശാന്തി ആവുമ്പോഴുള്ള സമയത്ത് ശരിക്കും നമുക്കൊരു ഉണ്ണി എന്നുള്ള ആ ഒരു തന്നെ നമുക്ക് തോന്നുന്നത്. കാരണം എല്ലാ ദിവസവും നമ്മൾ വൃത്തിയാക്കുന്നു. കാരണം അകത്തുള്ള എല്ലാ ചുമതലകളും മേശാന്തിയുടെയാണ്. അവിടെ പൂവോ സാധനങ്ങളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല, എല്ലാം ക്ലീൻ ആയിട്ടിരിക്കണം. വാകചാർത്ത് ഇതൊക്കെ കഴിഞ്ഞാലും വാകയുടെ ഒരു അംശം ഒന്നും അവിടെ നിൽക്കരുത്, ഇതൊക്കെ കറക്റ്റ് ആയിട്ട് പോയിട്ടില്ലേ എന്നുള്ളത് വെള്ളം ഒഴിച്ച് നമ്മൾ അത്രയും വൃത്തിയാക്കണം. ആ രീതിയിൽ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. ആ സമയത്ത് അങ്ങനെ ഒരു ഫീൽ തന്നെയാണ് നമുക്ക്. അല്ലാത്ത സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മള് പൂജ തുടങ്ങിയപ്പോഴുള്ള ആ ഗുരുവായൂരപ്പ സങ്കല്പം, നമ്മൾ ആ പൂജകള് കാര്യങ്ങള്, സപരിവാരം പൂജ കാര്യങ്ങൾ, അത് മേശാന്തി ആകുമ്പോൾ തന്നെയാണ്. പക്ഷെ എന്നാലും എന്തോ അതൊരു വലിയ ഗുരുവായൂരപ്പൻ എന്നുള്ളതും, മേശാന്തി ആകുമ്പോ അത് നമുക്ക് ഒരു ചെറിയൊരാള് എന്നുള്ളൊരു രീതിയിലുമാണ് നമുക്കത്. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ കലാകായിക രംഗത്ത് അങ്ങയുടെ കഴിവുകൾ ഒരുപാട് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതെല്ലാം ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു തന്നാൽ വളരെ നന്നായിരുന്നു. ആദ്യം ശരിക്കും എൻ്റെ ഓപ്പിളാണ്. എൻ്റെ ഓപ്പിള് രശ്മി ശംഭു.
ഓപ്പളാണ് എന്നെ ഈ പറഞ്ഞ പോലെ ഓപ്പള് പാട്ടിന് പോയിരുന്നു. പാട്ട് പഠിപ്പിക്കാൻ വിട്ടിരുന്നു അച്ഛനും അമ്മയും. അപ്പൊ വെറുതെ ഓപ്പള് എന്നെയും കൊണ്ടുപോകും. അപ്പൊ അങ്ങനെ ടീച്ചറുടെ കൂടെ ഇരുന്നിട്ട് ലേഖ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ വടക്കേപ്പാട്ട് വാര്യത്തെ ടീച്ചറുടെ അടുത്താണ് ഞാൻ തുടങ്ങിയത്. പിന്നെ അതിനുശേഷം കുറച്ചൊരു താല്പര്യമുണ്ട് എന്നുള്ളത് അച്ഛനമ്മമാർക്ക് തോന്നി. അപ്പൊ അങ്ങനെ എടമന വാസുദേവൻ നമ്പൂതിരി അദ്ദേഹത്തിന്റെ അടുത്ത് കുറച്ച് പഠിച്ചു. പിന്നെ VR ദിലീപ് കുമാർ സാർ അദ്ദേഹത്തിന്റെ അടുത്ത് കുറച്ച്. അപ്പൊ അങ്ങനെ പിന്നെ കോളേജ് കാലഘട്ടമായി. കോളേജ് ഞാൻ ആയുർവേദിക് ഫാർമസിയിലാണ് BMS പഠിച്ചത്. അപ്പൊ അവിടെ എത്തിയപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് വന്നു. പക്ഷെ എന്നാലും സംഗീതം കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനെന്താ വെച്ചാൽ പല പല നമ്മള് ചെറുപ്പത്തിലേ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പല പല മേഖലകളിൽ അത് യൂസ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് ഗുരുക്കന്മാരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മളൊരു കാര്യം പഠിച്ചു, നമുക്കത് ഉള്ളിലുണ്ട്, പക്ഷെ നമുക്കത് പ്രയോഗിക്കാനുള്ള അവസരം വന്നോളുന്നില്ല. പക്ഷെ എന്തോ ഈശ്വരാനുഗ്രഹം കൊണ്ട് എനിക്കത് അതിനുള്ളൊരു ഭാഗ്യം സിദ്ധിച്ചു. അത് അച്ഛനന്മാരും ഗുരുക്കന്മാരുടെ ഒക്കെ പ്രാർത്ഥന കാരണം അത് സാധിച്ചു. അപ്പൊ അങ്ങനെയായിരുന്നു പാട്ടിന്റെ ഒരു ഇത്. പിന്നെ മൃദംഗം ഞാൻ SA രാമകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു മാഷുണ്ടായിരുന്നു മമ്മിയൂര്. പാലക്കാടാണ് അദ്ദേഹത്തിന്റെ സ്വദേശം, പക്ഷെ ഇവിടെ തന്നെയായിരുന്നു അദ്ദേഹം ചെറുപ്പത്തിൽ. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്താണ് ഞാൻ തുടങ്ങിയത്. കൃഷ്ണപ്രസാദ് എന്ന് പറഞ്ഞൊരു ഏട്ടനുണ്ട്. ആ ഏട്ടൻ അവിടുത്തെ സീനിയർ സ്റ്റുഡന്റ് ആയിരുന്നു. ഏട്ടനാണ് എന്നെ കൊണ്ടുപോയത് മാഷിന്റെ അടുത്തേക്ക് ആദ്യമായിട്ട്. പിന്നെ അതുപോലെ പിന്നീട് എൻ്റെ ഏട്ടൻ തന്നെ ഞാൻ വിളിക്കുന്നത് സനോജ് പൂങ്ങാട്. അദ്ദേഹം ഹൈ ആർട്ടിസ്റ്റാണ്. ARൽ ഒരുപാട് കച്ചേരികളൊക്കെ ചെയ്യുന്ന സനോജ് ഏട്ടൻ്റെ അടുത്താണ് പിന്നീട് പഠിക്കുന്നത്. ഇപ്പോഴും പഠിക്കാറുണ്ട്, ഇടയ്ക്ക് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ സംഗീതമായിട്ടും അതെ, എൻ്റെ ഒരു സുഹൃത്തുണ്ട് രഘുനാഥ് ഗുരുവായൂർ. രഘു ഞാനും കൂടി ചേർന്ന് ഒരു കുറച്ച് മ്യൂസിക്കൽ ആൽബം കാര്യങ്ങൾ, ഭഗവാന്റെ ഭക്തി ഗാനങ്ങൾ രഘു നന്നായി എഴുതും. അപ്പോൾ ഞാൻ രഘുവും കൂടിയിട്ട് അങ്ങനെ ഞാൻ സംഗീതം ചെയ്ത് കുറച്ച് പാട്ടുകൾ ആ രീതിയിൽ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അത് ഓരോന്ന് നമുക്കിങ്ങനെ ഓരോ സമയത്ത് ഓരോന്ന് ചെയ്യാനുള്ള ഒരു അനുഗ്രഹം ഭഗവാൻ തന്നു. പിന്നെ അതുപോലെ സേതു എന്ന് പറഞ്ഞൊരു മാഷിന്റെ അടുത്ത് ചെറുപ്പം മുതലേ ചിത്രം വര കുറച്ച് പഠിച്ചിരുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക്. പിന്നെ അനിൽ മാഷ്, സ്കൂളിൽ ഒരു അനിൽ മാഷ് ഉണ്ടായിരുന്നു, അദ്ദേഹം ചിത്രം വര പഠിപ്പിക്കുമായിരുന്നു. അപ്പൊ അതൊക്കെ നമുക്ക് ജീവിതത്തിൽ ഓരോരോ ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ സാധിക്കുക എന്നുള്ളത് തന്നെ മഹാഭാഗ്യം. അപ്പോൾ എല്ലാവരും പറയും ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് എന്നുള്ള രീതിയിൽ. അത് ശരിയല്ല. ഒരെണ്ണത്തിൽ നമ്മൾ എക്സൽ ചെയ്യാണ് എന്നുള്ളത് വളരെ ശരി തന്നെയാണത്. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്ന് വെച്ചാൽ നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം അത് പലതാവാം. ചിലപ്പോൾ എല്ലപ്പോഴും ഒരേ കാര്യമായിരിക്കില്ല. അത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും സന്തോഷം തരുന്നത്. ആഫ്റ്റർ ഓൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമുക്ക് ഏറ്റവും സന്തോഷം തരുന്നത്, നമുക്ക് സന്തോഷം തോന്നിയാൽ അത് ആസ്വദിക്കുന്നവർക്ക് അല്ലെങ്കിൽ കാണുന്നവർക്ക് അല്ലെങ്കിൽ ചിത്രം വരെ കാണുന്നവർക്ക് പാട്ട് കേൾക്കുന്നവർക്ക് അത് അനുഭവവേദ്യമാവുള്ളൂ. അപ്പൊ അതിന് സാധിക്കാൻ പറ്റണേ എന്നുള്ള പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. ഈ സ്കൂൾ കായിക മേഖലയിൽ അങ്ങ് കൈവരിച്ചിട്ടുള്ള അനുമോദനങ്ങളും പുരസ്കാരങ്ങളും അതിനെ കുറിച്ചൊക്കെ ഒന്ന് വിവരിച്ച് പറയാം. ഈ പറഞ്ഞ പോലെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. 2ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നുണ്ട്. 2ാം ക്ലാസ്സിൽ അജിത് ദാസ് എന്ന് പറഞ്ഞൊരു ഏട്ടനായിരുന്നു. ഞാൻ 2ൽ പഠിക്കുമ്പോൾ ആ ഏട്ടൻ 3ാം ക്ലാസ്സിലാണ്, എന്നൊക്കെ ഒരു വർഷം ചെയ്യും. അപ്പൊ ആ ഏട്ടനായിരുന്നു എൻ്റെ സ്കൂളിൽ കലാപ്രതിഭ. അപ്പൊ എനിക്ക് കലാപ്രതിഭ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര മീൻസ് കുറെ കഴിവുകളുള്ള അല്ലെങ്കിൽ കുറെ ഐറ്റംസിൽ പങ്കെടുത്ത ഒരാൾക്ക്. അപ്പൊ ഞാൻ അന്ന് ചോദിച്ചു എനിക്കും ഇത് കിട്ടും. ആ കുട്ടിക്കാലത്ത് ഞാനിപ്പോ ആദ്യമായിട്ട് പറയണ്ട. ഗുരുവായൂർ എന്നുള്ള ഏട്ടനാണ് അജിത് ദാസ്. അദ്ദേഹം ഇപ്പോ UK-യിലാണ്, എഞ്ചിനീയറാണ്. അപ്പൊ ഏട്ടൻ എലക്യൂഷൻ അങ്ങനത്തെ വിഷയത്തിലൊക്കെ വളരെ സൂപ്പറായിട്ട് എലക്യൂഷൻ ഒക്കെ ചെയ്യുന്ന ആളാണ്. പിന്നെ പോയം റെസിറ്റേഷൻ അതിലൊക്കെയായിരുന്നു. അപ്പൊ ഏട്ടനായിരുന്നു 2ാം ക്ലാസ്സിലെ സ്കൂളിലെ കലാപ്രതിഭ. അപ്പൊ എനിക്ക് തോന്നുന്നു എനിക്കും ഇതേപോലെയൊക്കെ ആവണം. അപ്പോൾ എൻ്റെ അമ്മയും അച്ഛനാണെങ്കിൽ ഫുൾ സപ്പോർട്ടാണ്. അമ്മയാണ് എന്നെ കവിത പഠിപ്പിക്കുക, ഓപ്പളാണ് എന്നെ പാട്ട് പഠിപ്പിക്കുക. അപ്പൊ എനിക്കെന്തോ അത് ഇന്നുണ്ടായിരുന്ന ഒരു ഐറ്റം ആയിരുന്നു ഹാൻഡ് റൈറ്റിംഗ് കോമ്പറ്റീഷൻ. അതിന് ശേഷമൊന്നും അങ്ങനെ ഒരു കോമ്പറ്റീഷനേ ഉണ്ടായിട്ടില്ല. അന്ന് ഇംഗ്ലീഷ് ഹാൻഡ് റൈറ്റിംഗ് കോമ്പറ്റീഷനിൽ ഞാനായിരുന്നു ഫസ്റ്റ്. അപ്പോൾ അതാണ് എനിക്ക് A ഗ്രേഡ് കിട്ടിയ ഒരേ ഒരു ഐറ്റം. ഫസ്റ്റ് A ഗ്രേഡ് വേണം എന്നുള്ളതാണ് ഈ കലാപ്രതിഭ ആവാനുള്ള ഒരു മാനദണ്ഡം. പിന്നെ ഈ പറഞ്ഞ പോലെ 4ാം ക്ലാസ് മുതൽ ഞാനായിരുന്നു കലാപ്രതിഭ. അതെന്താ വെച്ചാൽ അത് എൻ്റെ കഴിവല്ല, ഇതെല്ലാവരും അതിനു വേണ്ടിയുള്ള ഒരു ശ്രമം. കാരണം ഈ പറഞ്ഞ പോലെ നമ്മളൊരു കാര്യം നമ്മൾ മനസ്സിൽ വിചാരിച്ച് അതിനു വേണ്ടി ഇറങ്ങി വിചാരിച്ചാൽ സാധിക്കുമെന്നുള്ള ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ സാധിക്കുന്നുള്ളത്. അപ്പൊ അതെന്തോ അങ്ങനെ സ്കൂളിൽ കലാപ്രതിഭ ആയിരുന്നു കുറെ തവണ. പിന്നെ സ്റ്റേറ്റ് കലാപ്രതിഭ ആവാൻ പറ്റി. CBSE സ്റ്റേറ്റ് കലാപ്രതിഭയായിരുന്നു, സഹോദയ കലാപ്രതിഭയായിരുന്നു. ആയുർവേദ ഡോക്ടർ എന്ന നിലയിൽ
ഈ സംഗീതവുമായിട്ട് കൂട്ടിച്ചേർത്ത് സംഗീത തെറാപ്പി എന്നുള്ളൊരു ഇതിലേക്ക് അങ്ങ് വന്നിട്ടുണ്ടല്ലോ, അതിനെ കുറിച്ചൊന്ന്. അതെ, അത് ശരിക്കും മോസ്കോയിൽ ഞാനൊരു ഇപ്പൊ ഞാൻ പറഞ്ഞു +1 10 വരെ ഞാൻ ദേവസ്വം സ്കൂളിലാണ് പഠിച്ചത്. +1 +2 ശ്രീകൃഷ്ണ സ്കൂളിലാണ് പഠിച്ചത് ഗുരുവായൂരിന്. പിന്നെ അവിടുന്ന് BMS ആയുർവേദ ഫാർമസിയിലാണ് ചെയ്തത്. അതിനുശേഷം ധാത്രി ആയുർവേദ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ കുറച്ചു കാലം വർക്ക് ചെയ്തു. പിന്നെ ഞാൻ മോസ്കോയിലാണ് ഉണ്ടായത്, 5-6 കൊല്ലത്തോളം മോസ്കോയിലായിരുന്നു. അപ്പൊ ഞാനും അത്തേമാര് മാനസിയും ആയുർവേദ ഡോക്ടർ തന്നെയാണ്. ഞങ്ങൾ രണ്ടുപേരും ചേർന്നിട്ടാണ് മോസ്കോയിലേക്ക് പോയത്. അവിടെ ഒരു കേരള ആയുർവേദ എന്ന് പറഞ്ഞൊരു ആയുർവേദ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യായിരുന്നു. അവിടെ പഞ്ചകർമ്മ നമ്മുടെ നാട്ടിലെ ചെയ്യുന്ന ചികിത്സകൾ അതേ രീതിയിൽ അവിടെയും ചെയ്തിരുന്നു. പറയുമ്പോൾ റഷ്യ ഭയങ്കര തണുപ്പുള്ള രാജ്യമാണ് കാര്യങ്ങൾ. പക്ഷെ എന്തൊക്കെയാണെങ്കിലും അവർക്ക് ഓതന്റിക് ആയിട്ടുള്ള ആയുർവേദം ചെയ്യുന്ന ഈശ്വരാധീനം കൊണ്ട് അങ്ങനത്തെ ഒരു ക്ലിനിക്കിലാണ് ഞാൻ എത്തിയത്. അതിന് സഹായമായത് എൻ്റെ സീനിയർ ആയിട്ടുള്ള ഡോക്ടർ നീൽ വേണുഗോപാൽ. നീലേട്ടനാണ് എന്നെ അങ്ങോട്ട് റെഫർ ചെയ്തത്. അപ്പൊ അത് കാരണം കൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു അവസരം വന്നത്. അപ്പൊ അവിടെ പോയി. അപ്പോ ഈ പറഞ്ഞ പോലെ അവിടെയൊക്കെ സാധാരണ അല്ലാത്ത എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് അത് എന്താ അതിനെ പറ്റി ക്യൂരിയസ് ആണ് അവര്. തീർച്ചയായിട്ടും റഷ്യൻസ് യോഗ കാര്യങ്ങളൊക്കെ വളരെ തൽപരരാണ്. അപ്പൊ എനിക്ക് തോന്നി അതിനോടൊപ്പം ഒരു മന്ത്ര മ്യൂസിക് തെറാപ്പി എന്നുള്ള രീതിയിലും കൂടി ചെയ്യാം. കാരണം മന്ത്രത്തിന്റെ പ്രാധാന്യം അവർക്കറിയാം. അവര് യോഗ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്, മന്ത്ര മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നതാണ്. അപ്പൊ ഞാനെന്റെ മ്യൂസിക് നോളജും കൂടി അതിൽ ഇൻവോൾവ് ചെയ്തുകൊണ്ട് മ്യൂസിക് ഹീലിംഗ് സെഷൻസ് എന്നുള്ള രീതിയിൽ റിലാക്സേഷന് വേണ്ടിയിട്ട് എല്ലാവരും സ്ട്രെസ്ഡ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ ട്രീറ്റ്മെന്റിനോടൊപ്പം പാട്ട്. അപ്പൊ അങ്ങനെ ഞാൻ അവിടെ നിന്ന് തന്നെ ഒരു ബ്രാൻഡ് ഉണ്ട് അവിടെ, സ്പെക്വറ്റോറിയ എന്ന് പറഞ്ഞിട്ട്, അവരുമായിട്ട് ചേർന്നിട്ട് ഒരു മ്യൂസിക്കൽ ആൽബം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മ്യൂസിക് ഫോർ വാത, മ്യൂസിക് ഫോർ പിത്ത, മ്യൂസിക് ഫോർ കഫ. അതായത് ഓരോരുത്തരുടെ പ്രകൃതിക്ക് അനുസരിച്ച് ഉള്ള സംഗീതം എന്നുള്ള രീതിയിൽ. അപ്പൊ ഏത് ദോഷമാണോ ദുഷിച്ചിരിക്കുന്നത് അതിനെ നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ രാഗങ്ങൾ ചേർത്തുകൊണ്ടുള്ള മ്യൂസിക് വെച്ചുകൊണ്ടുള്ള ഒരു CD. അപ്പൊ അത് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യുക, അതിനോടൊപ്പം നമ്മുടെ മന്ത്രങ്ങളും ഇടയിൽ ചേർത്തുകൊണ്ട് ഹീലിംഗ് സെഷൻസ് എന്നുള്ള രീതിയിലാണ് മ്യൂസിക് തെറാപ്പി ചെയ്യാറുള്ളത്. അതേപോലെ ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്, അതൊരു സ്വിസ് ഒറിജിനൽ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ്, ഹാങ് ഡ്രം അല്ലെങ്കിൽ ഹാങ് എന്നാണ് അതിന്റെ പേര്. അപ്പൊ അതിങ്ങനെ കണ്ടിട്ടുണ്ടാവും, ഇപ്പൊ പല സ്ഥലത്തും ഉണ്ട്. ഒരു ആമ പോലെ ഇരിക്കും, കുറച്ച് ഹോൾസ് ഒക്കെ ആയിട്ട്, ഹോൾസ് അല്ല ഇങ്ങനെ പൊന്തി നിൽക്കുന്നത്. അപ്പൊ അതിൽ ഓരോ ഭാഗത്ത് തട്ടിയിലും ഓരോരോ സൗണ്ട്സ് ആയിരിക്കും. അപ്പൊ അത് ഭയങ്കര ഹീലിംഗ് ആണ് അതിന്റെ സൗണ്ട്. അപ്പൊ ആ ഇൻസ്ട്രുമെന്റും ഞാൻ യൂസ് ചെയ്യാറുണ്ട് മ്യൂസിക് തെറാപ്പിയിൽ. പിന്നെ പാടുകയും ചെയ്യും. ആ രീതിയിലാണ് മ്യൂസിക് തെറാപ്പി സെഷൻ ചെയ്യാറ്. അതിപ്പോ നമ്മളൊരു ആയുർവേദ ഹോസ്പിറ്റല് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ 7 മാസമായി. വേദാരണ്യം ആയുർമന എന്നാണ് ഹോസ്പിറ്റലിന്റെ പേര്. അത് പെരിന്തൽമണ്ണയ്ക്ക് അടുത്ത് പാലള്ളിപ്പറമ്പ് എന്ന സ്ഥലത്താണ് ഹോസ്പിറ്റൽ ഉള്ളത്. അപ്പോൾ എൻ്റെ അമ്മയുടെ ഇല്ലം അവിടെ അടുത്താണ്, വണ്ടൂരാണ്. പിന്നെ മാനസിയുടെ ഇല്ലവും അവിടെ അടുത്താണ്, പാലള്ളിപ്പറമ്പ്. അപ്പൊ അവിടെയാണ് നമ്മൾ ഹോസ്പിറ്റൽ. കാരണം എന്താ വെച്ചാൽ നമുക്ക് ആ ഒരു ട്രഡീഷണൽ ആയിട്ട് രീതിയിൽ ചെറിയ 4-കെട്ട് ഹീലിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ, ആൾക്കാർക്ക് അത്രയും റിലാക്സ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റണം എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങനെ ചെയ്താണ്. അപ്പൊ അവിടെ നമ്മൾ ഈ മറ്റേ യോഗ തെറാപ്പി സെഷൻസ്, മ്യൂസിക് തെറാപ്പി സെഷൻസ്, ഇതെല്ലാം പഞ്ചകർമ്മ. ഭഗവാന്റെ കാരുണ്യത്താൽ ഒരു സ്ഥാപനം തുടങ്ങി എന്നാണ് പറഞ്ഞു. അപ്പൊ അങ്ങയുടെ സഹായിയായിട്ട് ഇപ്പൊ ആരൊക്കെയാണ് ഇപ്പൊ കൂടെ ഉള്ളത് എന്നും കൂടി ഒന്ന് അറിയാം. ആദ്യമാര് ഡോക്ടർ മാനസിയാണ് ഫുൾ സപ്പോർട്ടായിട്ട്. ഈ പറഞ്ഞ പോലെ ഞങ്ങൾ രണ്ടുപേരും ചേർന്നാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഈ പറഞ്ഞ പോലെ നമ്മള് വെറുതെ ഒരു ക്ലിനിക്ക് എന്നുള്ള രീതിയിലല്ല, ഹോസ്പിറ്റൽ എന്നുള്ള രീതിയിലാണ്. അപ്പൊ അവിടെ കുക്ക് ഉണ്ട്. നമ്മൾ വരുന്ന അവിടെ കിടപ്പ് രോഗികൾക്ക് അവിടെ താമസിച്ച് ഇൻപേഷ്യന്റ് ആയിട്ട് പഞ്ചകർമ്മ ബാക്കി പ്രോപ്പർ ആയുർവേദ ട്രീറ്റ്മെന്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ്. 3 ആഴ്ച, 1 മാസം, 1.5 മാസം കിടക്കുന്ന ആൾക്കാർ വരുന്ന സ്ഥാപനം. അപ്പൊ ആ ഒരു രീതിയിലാണ് നമ്മൾ അതിനെ ഡിസൈൻ ചെയ്തേക്കുന്നത്. നമുക്ക് കുക്ക് ഉണ്ട്, അപ്പൊ നമുക്ക് അതിന്റെ ഭക്ഷണം ഡിസൈൻ, പിന്നെ അതുപോലെ മസാജിസ്റ്റിന്റെ അവർക്കുള്ള ട്രെയിനിങ്, പിന്നെ അക്കൗണ്ട്സ്, ബാക്കി കാര്യങ്ങൾ, ഇതെല്ലാം ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പ്ലാൻ ചെയ്തിട്ട് ആണ് ചെയ്യുന്നത്. പിന്നെ ദിലീപ് ദാസ് എന്ന് പറഞ്ഞിട്ടൊരു അദ്ദേഹമാണ് നമുക്ക് അക്കൗണ്ട്സിന്റെ കാര്യങ്ങൾക്ക് ഫുൾ സപ്പോർട്ടായിട്ട് എറണാകുളത്തുള്ള അദ്ദേഹത്തിന്റെ വൈഫും ലത. ഇവരെല്ലാവരും നമ്മളൊരു ടീം വർക്കാണ് ശരിക്കും. ഇത് മാനസികമായിക്കോട്ടെ. ഇപ്പൊ എനിക്ക് ഊഴമുള്ള സമയമാണ്, ഞാൻ പറഞ്ഞല്ലോ. എനിക്കപ്പോ ഊഴായ കാരണം എല്ലാ ദിവസവും ഒന്നും ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ല. പക്ഷെ മാനസിക പോകും. ഈ ചെറിയതാ, എന്റെ രണ്ടാമത്തെ കുട്ടി ഇപ്പൊ 11 മാസം ആയിട്ടേ ഉള്ളൂ. അതിനാണെങ്കിലും നമ്മളിപ്പോ തുടങ്ങിയിട്ട് 6-7 മാസമല്ലേ ആയിട്ടുള്ളൂ. അതിന് കൊണ്ടുപോകും. കാരണം കാര്യങ്ങളെല്ലാം അവിടെ ഭംഗിയായി നടക്കണല്ലോ. അവിടെ രോഗികൾ ഉണ്ടാവുമ്പോ അവര് വേണ്ട കാര്യങ്ങളെല്ലാം ഇതാക്കണം. അങ്ങനെ ഫുൾ സപ്പോർട്ടായിട്ട് മാനസിക ഉള്ളതുകൊണ്ടാണ് നമുക്ക്. കാരണം നമുക്കൊരു വിഷൻ ഉണ്ട്, നമുക്കത് എങ്ങനെ മെച്ചപ്പെടുത്തി കൊണ്ടുവരണം എന്നുള്ളത്. അപ്പൊ അതിന് എന്റെ അച്ഛനമ്മമാരുടെയും മാനസിക അച്ഛനമ്മമാരുടെയും
ഓപ്പള്ളിയും ഏട്ടന്റെ എല്ലാവരുടെയും ഒരു ഒരു പ്രാർത്ഥന, അനുഗ്രഹം, സപ്പോർട്ട്, അതിലൂടെയാണ് അത് വളർന്ന് വളർന്ന് വരട്ടെ എന്നുള്ള പ്രാർത്ഥനകളാണ്. തിരുമേനി മേൽശാന്തി ആയിരുന്ന സമയത്ത് ഭഗവാന് പാടിക്കൊടുക്കണം എന്ന് വിചാരിച്ച് ചിട്ടപ്പെടുത്തിയിരുന്ന എന്തെങ്കിലും കീർത്തനങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ ഭക്തർക്ക് വേണ്ടിയിട്ടതൊന്ന് പാടിക്കൊടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ എത്തിയ അതിനൊന്നുള്ള സമയമല്ല നമുക്കുള്ളത്. നമുക്ക് പൂജയുടെ കാര്യങ്ങള്, ബാക്കി ഭക്തരുടെ കാര്യങ്ങള്, അമ്പലത്തിലെ സമയക്രമം, ഇതിനൊക്കെയാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുക. അപ്പൊ ആ സമയത്ത് നമുക്ക് പാട്ട് പാടിക്കൊടുക്കാനുള്ള ഒരു അതിലും പ്രധാനമുള്ള കാര്യങ്ങൾ വരുന്നതുകൊണ്ട് മാത്രം അതിനുള്ള ഒരു ഇതുണ്ടായിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ ഈ പാട്ടുകളൊക്കെ എനിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. കാരണം ഈ പറഞ്ഞ പോലെ ഇതിന്റെ വരികളൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം, ഗുരുവായൂര് ജനിച്ച ഒരാൾക്ക് എങ്ങനെയൊക്കെ എഴുതാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു നമുക്ക്. കാരണം അത്രയും ഭഗവാന്റെ എല്ലാ കാര്യങ്ങളും അതിൽ വരുന്നുണ്ട്. അപ്പോ അത്രയും ഹൃദയത്തെ തൊട്ടുകൊണ്ടാണ് രഘു എഴുതിയേക്കുന്നത്. എല്ലാ പാട്ടുകളും അങ്ങനെ തന്നെയാണ്. ഈ മലർനിവേദ്യം എന്നുള്ള ആൽബത്തില് അമ്മയും ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. നാരായണീയം കേട്ടുണരുന്ന ഗുരുവായൂർ. ആ ഗുരുവായൂർ അമ്പലത്തിന്റെ തുടക്കം തന്നെ 3 മണിയിലുള്ള ആ തുടക്കം മുതൽ തന്നെ അമ്മ എഴുതി. പിന്നെ രാത്രിയായി ഒരു ഭക്ത വന്നിട്ട് തൊഴാൻ പറ്റാതെ ഉള്ള ഒരു അനുഭവം. സോപാനപ്പടിയിലെത്തി, പക്ഷെ അപ്പോഴേക്കും അവിടെ വെച്ച് മടങ്ങി, തൊഴാൻ പറ്റാതെ വന്നു. അപ്പോ ഭഗവാൻ ഉള്ളെന്ന് പറയാണ്, ഞാൻ നിന്റെ ഉള്ളിൽ തന്നെയാണുള്ളത്, അടുത്തന്നെ ഞാൻ എപ്പോഴും ഉണ്ട് എന്നുള്ള ഒരു ഇത് വരുന്ന രീതിയിലുള്ള ഒരു കവിത അമ്മ എഴുതിയിട്ടുണ്ട്. അതും മലർനിവേദ്യത്തിൽ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഇത്രയും നേരം പറയാൻ വിട്ടുപോയാൽ ക്ഷമിക്കണം. ചുവല്ലൂർ കൃഷ്ണൻകുട്ടി സാറ് ഈ ആൽബത്തില് നമുക്ക് വേണ്ടി പാട്ടുകൾ എഴുതി തന്നിട്ടുണ്ട്. അദ്ദേഹം അത്രയും ഞങ്ങളെ കൂടെ നിന്നുകൊണ്ട്, ചുരുക്കോടെ പറയുമ്പോൾ അദ്ദേഹം എത്ര സീനിയർ ആയിട്ടുള്ള ആളാ, എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹം കൂടെ നിന്നുകൊണ്ട് 2 പാട്ടുകൾ അദ്ദേഹം എനിക്ക് എഴുതി തന്നിട്ടുണ്ട് ഈ ആൽബത്തില്. പിന്നെ മധു ബാലകൃഷ്ണൻ, പി ജയചന്ദ്രൻ സാറ്, ഗായത്രി ചേച്ചി, ഇവരൊക്കെയാണ് പാട്ടുകൾ. പിന്നെ കൃഷ്ണേട്ടൻ, മമ്മിയൂർ അമ്പലത്തിലുള്ള കൃഷ്ണേട്ടൻ, ഇവരൊക്കെ പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഞാനും പാടിയിട്ടുണ്ട്. പിന്നെ ജയശ്രീ എന്ന് പറഞ്ഞ ചേച്ചി, അങ്ങനെ പ്രഗത്ഭരായ ആൾക്കാരെ പാടിയിട്ടുണ്ട് ആൽബത്തിന്. അതിലൊരു ഭാഗ്യം സിദ്ധിച്ചു. പി ജയചന്ദ്രൻ സാറിനൊക്കെ നമ്മള് ഒന്ന് പാടിക്കൊടുത്ത് ആ ട്യൂണിൽ അദ്ദേഹം പാടുക എന്ന് പറയുമ്പോഴുള്ള ഒരു ഭാഗ്യം വേറെ എന്താണ്. രഘു എഴുതിയ വരികൾ അദ്ദേഹം പാടുക എന്ന് പറയുമ്പോഴുള്ളൊരു അനുഗ്രഹമാണല്ലോ ഞങ്ങൾക്ക് അതൊക്കെ. അപ്പൊ അതിനൊക്കെ സാധിച്ചു. പിന്നെ അമ്മയുടെ പാട്ട് നമുക്ക് അതിൽ ഉൾക്കൊള്ളിക്കാൻ സാധിച്ചു. സന്തോഷം. അപ്പൊ അങ്ങനെയുള്ള അനുഭവങ്ങളാണ്. ഭഗവാന് പാടിക്കൊടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും അതിലും പ്രാധാന്യമുള്ള കാര്യങ്ങൾ അവിടെ ചെയ്തു. പക്ഷെ മനസ്സിലിപ്പോഴുണ്ട്. ഗുരുവായൂരപ്പന്റെ ഭക്തരായിട്ടുള്ള അല്ലെങ്കിൽ പുതുതലമുറയ്ക്ക് അങ്ങേക്ക് കൊടുക്കാനുള്ള ഉപദേശങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ എന്തെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിരുന്നു. ഇപ്പൊ പലരും ഈ പറഞ്ഞ പോലെ ഞാൻ സോഷ്യൽ മീഡിയയിലും കുറച്ചൊക്കെ ആക്റ്റീവ് ആയതുകൊണ്ടായിരിക്കും പലരും എന്നോട് ചോദിക്കാറുണ്ട്. ഈ പറഞ്ഞ പോലെ കിരണേട്ടാ, ഇപ്പൊ അടുത്ത് തന്നെ ഒരാൾ ചോദിച്ചായിരുന്നു, എനിക്ക് 30 വയസ്സ് കഴിഞ്ഞു, ഞാന് മേശാന്തി നറുക്കെടുപ്പിനൊക്കെ കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടൻ്റെ ഒരു ഗൈഡൻസ് എന്നുള്ള രീതിയിൽ വേണം എന്നുള്ള രീതിയിൽ ചോദിച്ചുകൊണ്ട് ഓരോരുത്തർ ചെയ്യും. ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞു, പഠിക്കാനുള്ളതെല്ലാം വൃത്തിയായിട്ട് പഠിച്ചിട്ട് കൊടുക്കുക, ബാക്കി ഭഗവാനാണല്ലോ തീരുമാനിക്കേണ്ടത്. പക്ഷെ അതിനോടൊപ്പം തന്നെ നമ്മുടെ പ്രൊഫഷൻ എന്നുള്ളത് നമ്മൾ കൂടെ കൊണ്ടുപോകണം. കാരണം ഇന്നത്തെ കാലത്ത് അത് വളരെ പ്രധാനമാണല്ലോ. അതിനോടൊപ്പം നമ്മുടെ നമ്മുടെ പാരമ്പര്യം എന്താണോ അത് അതിനോടൊപ്പം കൊണ്ടുപോവുക. നമ്മൾ പഠിച്ചത് എന്താണോ അതിനോട് ചേർത്ത് കൊണ്ടുപോവുക. ഈ രീതിയിലാണ് ഞാൻ എൻ്റെ കുട്ടികളോട് അല്ലെങ്കിൽ വരും തലമുറയോട്, എന്നോട് ചെറിയ ഗൈഡൻസ് ചോദിക്കുന്നവരെല്ലാവരോടും ഞാൻ അങ്ങനെ തന്നെയാണ് പറയാറ്. കാരണം ഭഗവാന്റെ അനുഗ്രഹം അത് ഉണ്ടാവണം എന്ന് നമുക്ക് പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബത്തിന്റെ പ്രാർത്ഥന, ഗുരുകാരണവന്മാരുടെ പ്രാർത്ഥന എല്ലാം വെച്ചുകൊണ്ട്. പക്ഷെ നമ്മളൊന്നിലും അത് മാത്രം അല്ലെങ്കിൽ അങ്ങനെ വരും എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യേണ്ട കർത്തവ്യങ്ങൾ നമ്മൾ മാറ്റിവെക്കാനോ കുറയ്ക്കാനോ പാടില്ല. അപ്പൊ അത് നമ്മൾ വേണ്ട വിധത്തിൽ ചെയ്യുക എന്നുള്ളത് എന്തായാലും പ്രധാനമാണ്. പിന്നെ ബാക്കിയുള്ളവരെ ദ്രോഹിക്കാതിരിക്കുക, അവനവന്റെ കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്യുക. പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പുതിയത് എന്തെങ്കിലും ഒരു ദിവസം പഠിക്കുക. ഇപ്പൊ അറിഞ്ഞോ അറിയാതെ നമ്മൾ എല്ലാ ദിവസവും ഒരു പുതിയ കാര്യം പഠിക്കുന്നുണ്ടാവും. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ദിവസവും പുതുമയുള്ളതാക്കി തീർക്കാം. അങ്ങനെ നമുക്ക് ശ്രദ്ധ കൊണ്ടുവരിക, പഠിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധ കൊണ്ടുവരിക. അത് എന്തോ ആയിക്കോട്ടെ, അത് നമുക്ക് ജീവിതത്തിൽ ഉപകരിക്കും എന്നുള്ളത് കുറച്ച് വിശ്വാസം കൊണ്ട് പഠിച്ച് മുന്നോട്ട് വരിക. അതാണ്. ഈ മേൽശാന്തി സ്ഥാനത്ത് നിന്ന് ഇറങ്ങി ഇപ്പൊ അങ്ങയുടെ ജീവിതം എങ്ങനെയാണ് എന്നുള്ളതൊന്ന് വിവരിക്കാമോ? ഈ പറഞ്ഞ പോലെ മേൽശാന്തി സ്ഥാനത്തിന് മുമ്പേ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ പോകണ്ട. അങ്ങനെയല്ല, ഒരു മാറ്റമില്ല, നല്ല സുഖമായിട്ട് പോകുന്നു. പക്ഷെ അതിലൊരു മാറ്റം വന്നേക്കുന്നത് നമ്മുടെ സ്വന്തമായി നമ്മളൊരു ആയുർവേദ സ്ഥാപനം നമുക്ക്
തുടങ്ങാൻ സാധിച്ചു എന്നുള്ളൊരു വലിയൊരു അനുഗ്രഹം തന്നെയാണ്. കാരണം ഈ പറഞ്ഞ പോലെ ഞാൻ മോസ്കോയിലായിരുന്നു. ഇപ്പൊ അറിയാലോ, ഇപ്പൊ ഞാനും ചിലപ്പോ അവിടെ ഇങ്ങനെ നിന്ന് പോയേനെ. കാരണം ഈ പറഞ്ഞ പോലെ അവിടുത്തെ എക്സ്പീരിയൻസ് നമുക്ക് പല പല, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ മ്യൂസിക് തെറാപ്പി, അങ്ങനെ പല പല ഫീൽഡിൽ നമുക്ക് ഒരുപാട് പുതിയതായിട്ടുള്ള ഇന്നോവേഷൻസ് കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം. നമ്മൾ അവിടെ നിന്ന് പോയേനെ. പക്ഷെ ഈ പറഞ്ഞ പോലെ അച്ഛനും ഒക്കെ പറഞ്ഞു, അച്ഛനും പ്രായമായി, ഊഴം ഞാൻ പറഞ്ഞല്ലോ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നമ്മുടെ ഊഴ സമയമാണ്. ആ സമയത്ത് അച്ഛനെ സഹായിക്കാനും ഞാൻ വേണം. അപ്പൊ പിന്നെ നാട്ടിൽ തന്നെ നമ്മൾ എന്തെങ്കിലും തുടങ്ങണം, നാട്ടിൽ തന്നെ ഉണ്ടാവണം എന്നുള്ള ഒരു ധാരണ മനസ്സിലുണ്ടായിരുന്നു. ആ ഒരു ഇതിലാണ് നമ്മൾ അവിടെ നിന്ന് പോകുന്നത്. ആ സമയത്താണ് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടായത്. അപ്പൊ അത് എന്തുകൊണ്ടും ചെയ്യൂ ചെയ്യൂ, ഇനി എന്താ വിചാരിച്ചൊക്കെ ചെയ്യൂ എന്നുള്ള ഗുരുവായൂരപ്പന്റെ ഒരു സപ്പോർട്ടും കൂടി അതിന്റെ കൂട്ടത്തിൽ വന്നപ്പോ നമ്മൾ വിചാരിച്ച പോലെ ഹോസ്പിറ്റലും ഒക്കെ നമുക്ക് തുടങ്ങാൻ സാധിച്ചു. ഇതിപ്പോ എല്ലാവരുടെയും അനുഗ്രഹവും സപ്പോർട്ടും ഒക്കെ ഉണ്ട്. എൻ്റെ അമ്മാവൻ സേതുമാധവൻ നമ്പൂരി, പേരമ്മമാര്, വൈഫിന്റെ മാനസിയുടെ അച്ഛനമ്മ, എൻ്റെ ഓപ്പിള് രശ്മി, ശംഭുവേട്ടൻ. ശംഭുവേട്ടൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അളിയനാണ്. ശംഭുവേട്ടനൊക്കെ ഞാൻ മേശാന്തിരിക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. എന്നെ സഹായിക്കാനായിട്ടുള്ള ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു ശംഭുവേട്ടൻ. അപ്പൊ അങ്ങനെ എല്ലാ ഈ മേശാന്തിയുടെ ഇതെന്ന് പറഞ്ഞാൽ, മേശാന്തി ഒരാള് പൂജയ്ക്ക് ബാക്കി കാര്യങ്ങൾ വരും, നമുക്ക് സപ്പോർട്ടിന് കുറെ പേര് വേണം. അപ്പൊ ഈ പറഞ്ഞ പോലെ ശിഷ്യന്മാരായിട്ട് ഒരു 5-6 പേര് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ മേശാന്തിയുടെ കൂടെയും ഒക്കെ ഉള്ള ഒരു മോഹനേട്ടൻ ഉണ്ട്, പിന്നെ അങ്ങനെ കുട്ടേട്ടൻ, അതെ അതെ അവരൊക്കെ ഉണ്ട്. അതെ, അങ്ങനെ കുറെ പേര്, പിന്നെ ഉണ്ണിയേട്ടൻ, ഇവരെല്ലാവരും, പിന്നെ എൻ്റെ അമ്മയുടെ അമ്മാവന്റെ മകൻ ഗിരീശേട്ടൻ, ഇവരെല്ലാവരും സപ്പോർട്ട് കൂടി നമുക്ക് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ. അല്ലെങ്കിലും നമ്മളൊരു വലിയ ഈശ്വരൻ വിചാരിച്ച ഒരു സ്ഥാനത്ത് എത്തണമെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ ഉണ്ടായാലേ നമുക്ക് നല്ലൊരു സ്ഥാനത്ത് എത്താൻ സാധിക്കുള്ളൂ. അവരുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് സാധിച്ചു. ഭംഗിയായി 6 മാസം കഴിയാൻ സാധിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് അങ്ങക്ക് കൊടുക്കാനുള്ള ഒരു വാക്കുകളെ കുറിച്ച് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായി. അല്ല, അതിനേക്കാൾ ഉപരി അവര് നമ്മളോട് പറയുന്ന അവരുടെ വിഷമങ്ങള് ഭഗവാനോട് പറയാനുള്ള ഒരു മീഡിയം, ഒരു ഉപകരണം, അത് മാത്രമാണ് നമ്മൾ. ഇപ്പൊ മേശാന്തി ആയിക്കോട്ടെ, ഒഴിക്കനായിക്കോട്ടെ, നമ്മളവിടെ പ്രസാദം കൊടുക്കാതിരിക്കുമ്പോ ഒരാള് വന്ന് നമ്മളോട് കാര്യം പറയുമ്പോൾ അത് ഭഗവാനോടൊന്ന് സമർപ്പിക്കുക, അവര് വിചാരിച്ച് രണ്ട് കൂടുക എന്നുള്ളത് മാത്രമാണ് അതാണ് നമ്മൾ ചെയ്യേണ്ടത്, മാത്രമാണ് നമ്മുടെ ധർമ്മം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അവരോട് പറയാനുള്ളത് എന്താ, കൂടുതൽ കൂടുതൽ പ്രാർത്ഥിക്കുക, എല്ലാ ദിവസവും ഭഗവാനെ കൂടുതൽ ഭജിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക. കാരണം ഈ തൊഴുക, അമ്പലത്തിൽ വരിക, പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമല്ലല്ലോ കാര്യം. സഹജീവികളോട്, നമ്മൾ അടുത്ത് കാണുന്നവര്, നമ്മുടെ കുടുംബത്തിലായിക്കോട്ടെ, നന്നായി പെരുമാറുക, ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കുക, ശത്രു മനോഭാവം വെക്കാതിരിക്കുക. ഇതൊക്കെ ചെയ്താൽ തന്നെ അതൊക്കെ എല്ലാം ഭഗവാൻ കാണണ്ടല്ലോ. പിന്നെ അവര് ഇത്രയും ഇതായിട്ട് നമ്മൾ ഒരു അമ്പലത്തിൽ പോവുക എന്ന് നമ്മൾ തീരുമാനിച്ചാൽ തന്നെ അത് ഈശ്വരാനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് നമുക്ക് അതിന് സാധിക്കുന്നത്. അത്രയും അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് നമുക്ക് ആ വണ്ടി എടുത്ത് വന്ന് അമ്പലത്തിന് മുറ്റത്ത് വണ്ടി നിർത്തി തൊഴാനിറങ്ങാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഈ സമയമൊന്നും നമുക്ക് കിട്ടിക്കോളുന്നില്ല, അല്ലേ? അടുത്ത നിമിഷം എന്താ സംഭവിക്കാന്നുള്ളത്. അപ്പൊ അതെല്ലാം ഭഗവാന്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് അവിടെ എത്താൻ തന്നെ സാധിക്കുന്നത്. അപ്പൊ അങ്ങനെ എത്തിയ ആൾക്കാരോട് നമ്മൾ എന്താ പറയാ, അവരെന്താണോ പറയണത് അത് കേൾക്കുക, ഭഗവാനോട് അത് പറയുക, അവർക്ക് വേണ്ടി രണ്ട് പൂവ് ഭഗവാന്റെ പാത്രം സമർപ്പിക്കുക, മാത്രമേ. അപ്പൊ ഈ മേശാന്തി കഴിക്കുന്ന സമയത്താണ് എൻ്റെ മൂത്ത മകള് സുമേധ ഉണ്ടാവുന്നത്. അപ്പോ അന്നത് ഞാനവിടെ ഉച്ചപൂജ ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞ് വന്ന് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴാണ് ഉണ്ടായിട്ടോ പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് അറിയുന്നത്. അപ്പൊ എന്താ പറയാ, അതിലും പലൊരു ഭാഗ്യം. കാരണം നമ്മൾ ഭഗവാന്റെ അകത്തിരിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു കഴിഞ്ഞിറങ്ങി പുറത്ത് വരുമ്പോഴാണ്, ഊണയ്ക്കായിരിക്കും, മേശാന്തി മുറിയിൽ ഊണയ്ക്കായിരിക്കുമ്പോഴാണ് ഈ വാർത്ത കേൾക്കുന്നത്. അതിൽ പലൊരു സന്തോഷം വേറെ ഒന്നുമില്ല. പിന്നെ രഘുവാണ്, എൻ്റെ സുഹൃത്ത് രഘു, ഈ വരികൾ എഴുതി വന്നത് രഘുവാണ്. ഫോട്ടോ എടുത്തിട്ട് എനിക്ക്, കാരണം മൊബൈലും കാര്യങ്ങളൊന്നും കൊണ്ടുവരാൻ പറ്റില്ല, അപ്പൊ മോളുടെ ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോ കൊണ്ടുവന്നത്. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഹോസ്പിറ്റലിന്റെ ഉള്ളിലത്തെ കുട്ടിയുടെ ഫോട്ടോ ഞാൻ അങ്ങനെയാണ് കാണുന്നത്. ഈ പറഞ്ഞ പോലെ പഴയ കാലഘട്ടത്തിലേക്ക് പോയ പോലെ അങ്ങനെ വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം. ഗുരുവായൂരപ്പന്റെ സ്വന്തം മേൽശാന്തി എന്ന രീതിയിൽ അറിയപ്പെടുന്ന ആളാണ് അങ്ങ്. അങ്ങയുടെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി നൽകിയതിന് വളരെ നന്ദി. വളരെ വളരെ സന്തോഷം. കാരണം സാധാരണ ഒരു ഇന്റർവ്യൂ പോലെ തോന്നിയില്ല. കാരണം വളരെ ഫ്രീ ആയിട്ട് നമുക്ക് കാര്യങ്ങളെല്ലാം പറയാനുള്ള ഒരു അവസരം
അതും 2 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ഇതുപോലെ കാര്യങ്ങൾ പറയുമ്പോൾ വീണ്ടും അതൊക്കെ ഒന്നും കൂടിയും ഓർമ്മ പുതുക്കാനുള്ള ഒരു അനുഭവമായി. വളരെ സന്തോഷം. അങ്ങയുടെ കുടുംബത്തെ നമുക്കൊന്ന് പരിചയപ്പെടുത്താം. ഓ